ദൈവദശകം നമ്മുടെ കല്യാണ സമയത്ത് വരി ഉണ്ടല്ലോ, ദൈവദശകത്തിലെ വരിയാണ് അവർ പാടുന്നത്. അതുപോലെ ആത്മോപദേശ ശതകം, അവനവൻ ആത്മസുഖത്തിനായി ആചരിക്കുന്നു എന്ന് തുടങ്ങുന്ന ഒരു വരിയില്ലേ, അത് ശ്രീനാരായണ ഗുരുവിന്റെ ആത്മോപദേശ ശതകം. നമ്മുടെ ഗുരുവായൂർ സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത നവോത്ഥാന നായകൻ വാഗ്ഭടാനന്ദനാണ്. ഗുരുവായൂർ സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത നവോത്ഥാന. നമസ്കാരം, ഞാൻ പ്രദീപ് മുഖത്തല. നല്ലൊരു ടോപ്പിക്കുമായിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിയിരിക്കുന്നത്. പാർട്ട് 9 എത്തിയിരിക്കുക. ഇനി പരീക്ഷയ്ക്ക് അടുത്ത് കഴിഞ്ഞു അല്ലേ? എത്തി എന്ന് പറയുന്ന കണക്ക് തന്നെ എല്ലാ തിരുവനന്തപുരംകാരങ്ങ് ടെൻഷനായി കാണും. ടെൻഷനല്ല, കാരണം ഞങ്ങളെ നേരത്തെയാണല്ലോ, ഇനി എപ്പോഴാണ് എന്താ ബാക്കിയുള്ളവരൊക്കെ ചിരിച്ചുകൊണ്ടിരിക്കുക, മലപ്പുറംകാരും വയനാടുകാരൊക്കെ ഇപ്പോൾ ചിരിക്കുകയായിരിക്കും. നിങ്ങൾ പോയിട്ടൊക്കെ വാ, ഞങ്ങൾ കുറച്ച് നേരമൊക്കെ കഴിഞ്ഞിട്ട് കാണാം എന്നൊക്കെ ആയിരിക്കും. അത് കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ ചിന്തിക്കേണ്ട. അപ്പോൾ നിങ്ങൾക്ക് ആദ്യം വന്നു പോയി, ഇപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് പിന്നെ വേറെ ടെൻഷൻ അടിക്കണ്ട. കാരണം എന്താണോ, ഈ ആദ്യ ചോദ്യം നിങ്ങൾ എന്താ ടൈപ്പ് ഒന്നും നിങ്ങളൊന്നും കണ്ടിട്ട പോലുമില്ല. തിരുവനന്തപുരംകാർ ഞാൻ എന്താണെന്ന് പോലും ഈ പ്രാവശ്യം എങ്ങനെ മോഡലായിരിക്കും, ടഫായിരിക്കുമോ അതോ ഒരു പ്രത്യേകതരമായിരിക്കും, ഒന്നും നിങ്ങൾക്ക് അറിയത്തില്ല. അപ്പം പിന്നെ നിങ്ങൾക്ക് എന്തിനാണ് ടെൻഷൻ അടിക്കേണ്ടത്? പക്ഷേ ഈ ആദ്യ ചോദ്യ പേപ്പർ കാണും, പിന്നെ ഒരു 2-3 ചോദ്യ പേപ്പർ കാണുമ്പോൾ അത് പഠിച്ചില്ലല്ലോ, ഇത് പഠിച്ചില്ലല്ലോ, ഇന്നത് പഠിച്ചില്ലല്ലോ. അപ്പോൾ ഭയങ്കര കോമ്പറ്റീഷൻ ആയിരിക്കും. ഓരോ താർമാരും ഇന്ന ഭാഗം നോക്കണം, ഇന്ന ഭാഗം നോക്കണം. അപ്പോൾ കൂടുതൽ കോമ്പറ്റീഷൻ കൂടത്തതേ ഉള്ളൂ. അതുകൊണ്ട് തിരുവനന്തപുരംകാരോട് ടെൻഷൻ അടിക്കേണ്ട, എല്ലാവരും ഒരേ ചിന്താഗതി പോവുകയാണ്. അതുകൊണ്ട് നിങ്ങളതിൽ ടെൻഷനൊന്നും അടിക്കേണ്ട, സിമ്പിളായിട്ട് ഇരിക്കുക, പഠിക്കുക, മെയിൻ കാര്യങ്ങളെല്ലാം തീർത്ത് കറണ്ട് അഫേഴ്സ് റിവിഷൻ നടത്തുക. കറണ്ട് അഫേഴ്സ് റിവിഷൻ നടത്തുമ്പോൾ ആ വർഷങ്ങളൊക്കെ തെറ്റാതിരിക്കുക. വനിതാ സംവരണ ബില്ലും ചന്ദ്രയാനും MS സ്വാമിനാഥൻ മരിച്ചതും ഫാത്തിമ ബീബിയുടെ കാര്യവും ഈ 2024 നടന്ന കുറേയധികം വേദികളൊക്കെ ഉണ്ടല്ലോ, വേദികൾ, പ്രമേയങ്ങൾ, അതൊക്കെ നല്ല രീതിയിൽ ശ്രദ്ധിച്ച് പഠിക്കുക. ആവശ്യം നിങ്ങളുടെയാണെന്ന് വിചാരിച്ച് മുൻകൂട്ടി മനസ്സിരുത്തി അങ്ങ് പഠിച്ചാൽ മതി. ഓരോരുത്തരോടും പറയാനുള്ളത്, കുഴപ്പമൊന്നും വരത്തില്ല, നിങ്ങൾ ആഗ്രഹിച്ച ജോലി നിങ്ങൾ എത്തിയിരിക്കും. ഞാൻ ഇനി എന്നും എല്ലാ പ്രാവശ്യവും മോട്ടിവേഷൻ പറയുന്നത് കൊണ്ട് എന്നും ഇതൊക്കെ തന്നെ. ഒരു സാധാരണ വലിയ ബുക്കുകൾ വായിക്കുന്ന ഒരു വ്യക്തിയല്ല ഞാൻ. അതുകൊണ്ട് സാധാരണ എൻ്റെ വായിൽ നിന്ന് വരുന്ന കൊച്ചു കാര്യങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിൽ. കാരണം നിങ്ങളെപ്പോലെ വളർന്ന ഒരു സാഹചര്യത്തിൽ നിന്നും പഠിച്ച് നല്ലൊരു ഗവൺമെൻറ് ജോലി നേടിയ ഒരു വ്യക്തി തന്നെയാണ് ഞാൻ. അതുകൊണ്ട് എനിക്കും വലിയ ട്യൂഷനൊന്നും പോകാനോ വലിയ ക്ലാസ് എടുക്കാനോ അല്ലെങ്കിൽ സ്പെഷ്യലായിട്ട് ഇന്നത് ചോദിച്ച് മനസ്സിലാക്കാനോ ഒന്നും എനിക്ക് ആരും ഇല്ലായിരുന്നു. ഞാൻ തനിയെ ഇരുന്ന് പഠിച്ചു പെർഫെക്റ്റായി ഓരോ പരീക്ഷയ്ക്കും അങ്ങനെ കൊണ്ടുവന്നതാണ്. അതുകൊണ്ടാണ് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, മനസ്സ് തുറന്ന് പഠിക്കുക, ആത്മാർത്ഥമായിട്ട് മുന്നേറുക. തീർച്ചയായിട്ടും നിങ്ങൾ ആ ലക്ഷ്യത്തിൽ എത്തിയിരിക്കുക. അല്ലാതെ നിങ്ങൾ ഓരോ കാര്യങ്ങൾ ചിന്തിക്കാതിരുന്നാൽ മതി. ഒത്തിരി സന്തോഷമുണ്ട്. ഓരോരുത്തരോടും പറയാനുള്ളത്, നമുക്ക് കുറച്ച് റിവിഷൻ നടത്തിയാലോ? റിവിഷൻ നടത്താം. കേരളത്തിലെ ഭരണഘടനാ സ്ഥാപനങ്ങളെ ഞാനൊന്ന് പറയാം. കേരളത്തിലെ ഭരണഘടനാ സ്ഥാപനങ്ങളിൽ കേരളത്തിൽ ഏറ്റവും ആദ്യമായിട്ട് നമ്മൾ പറയുന്നത് ഏറ്റവും വലിയ നിയമ ഉദ്യോഗസ്ഥന്റെ പേരെന്താണ്? കേരളത്തിലെ ഏറ്റവും വലിയ നിയമ ഉദ്യോഗസ്ഥന്റെ പേര് അഡ്വക്കേറ്റ് ജനറൽ അല്ലേ? കേരളത്തിലെ ഏറ്റവും വലിയ നിയമ ഉദ്യോഗസ്ഥന്റെ പേരെന്തെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയേണ്ടത് ഏതാണ്? അഡ്വക്കേറ്റ് ജനറൽ. അഡ്വക്കേറ്റ് ജനറലിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 165 ആണ്. അഡ്വക്കേറ്റ് ജനറലിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ്? 165 ആണ്. സംസ്ഥാന ഗവൺമെന്റ് നിയമോപദേശം നൽകുക എന്നുള്ളതല്ലേ അഡ്വക്കേറ്റ് ജനറലിന്റെ പ്രധാന കർത്തവ്യം എന്ന് പറയുന്നത്? സംസ്ഥാന ഗവൺമെന്റിന് നിയമോപദേശം നൽകുക. മറന്നു പോരുത്. അപ്പം ആർട്ടിക്കിൾ തെറ്റിപ്പോരുത്. ആർട്ടിക്കിൾ 165 ആണ്. അഡ്വക്കേറ്റ് ജനറലിനെ നിയമിക്കുന്നത് ആരെന്ന് ചോദിച്ചാൽ ഗവർണർ തന്നെയാണ്. മന്ത്രിസഭയുടെ നിർദ്ദേശപ്രകാരം ഗവർണർ തന്നെയാണ് നിയമിക്കുന്നത്. അഡ്വക്കേറ്റ് ജനറലിന്റെ കാലാവധിയെക്കുറിച്ചോ ഇദ്ദേഹത്തിനെ നീക്കം ചെയ്യുന്നതിനെ കുറിച്ചോ ഒന്നും ഇതുവരെയും ഭരണഘടനയിൽ പ്രതിപാദിച്ചിട്ടില്ല. കണ്ടോ, നോട്ട് ദ പോയിന്റ്. അഡ്വക്കേറ്റ് ജനറലിന്റെ കാലാവധിയെക്കുറിച്ചോ ഇദ്ദേഹത്തെ നീക്കം ചെയ്യുന്ന വ്യവസ്ഥകളെക്കുറിച്ചോ ഒന്നും ഇതിൽ പറയുന്നില്ല. ഗവർണർക്ക് വിശ്വാസമുള്ളിടത്തോളം കാലം അദ്ദേഹത്തെ അഡ്വക്കേറ്റ് ജനറലായി നിയമിക്കാം. അദ്ദേഹത്തിന്റെ ശമ്പളം തീരുമാനിക്കുന്നതും കാലാകാലങ്ങളായി അങ്ങനെ തന്നെയാണ്. അപ്പോൾ അഡ്വക്കേറ്റ് ജനറലിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ എത്രയാണ്? ആർട്ടിക്കിൾ 165 ആണ് അഡ്വക്കേറ്റ് ജനറലിനെ. അപ്പം പിന്നെ ഈ അഡ്വക്കേറ്റ് ജനറലിന്റെ യോഗ്യത തെറ്റിപ്പോരുത്. ഹൈക്കോടതി ജഡ്ജി മതി. അഡ്വക്കേറ്റ് ജനറലിന്റെ യോഗ്യത എന്താണ്? ഹൈക്കോടതി ജഡ്ജി ആകാനുള്ള യോഗ്യത തന്നെയാണ് അഡ്വക്കേറ്റ് ജനറലിന്റെ യോഗ്യത. കേരളത്തിലെ ആദ്യത്തെ അഡ്വക്കേറ്റ് ജനറൽ സൂര്യനാരായണ അയ്യറാണ്. കേരളത്തിലെ ആദ്യത്തെ അഡ്വക്കേറ്റ് ജനറൽ ആരാണ്? സൂര്യനാരായണ അയ്യർ. ഇപ്പോഴത്തെ അഡ്വക്കേറ്റ് ജനറൽ ആരാന്നറിയാമോ? ഗോപാലകൃഷ്ണ കുറുപ്പാണ്. ഇപ്പോഴത്തെ അഡ്വക്കേറ്റ് ജനറൽ ആരെന്ന് ചോദിച്ചാൽ ഗോപാലകൃഷ്ണ കുറുപ്പാണ്. അപ്പോൾ അഡ്വക്കേറ്റ് ജനറലിനെ കുറിച്ച് നമ്മൾ ജസ്റ്റ് ബേസ് കാര്യങ്ങളെല്ലാം പഠിച്ചേ. ഇനി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് പറഞ്ഞാൽ എങ്ങനെയാണ്? സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വെരി ഇമ്പോർട്ടൻറ്റ്. അതായത് കേരളം ഭരണപരിഷ്കാരത്തിൽ കിടപ്പുണ്ട് നിങ്ങളുടെ ഭരണഘടന, കേരളത്തിലെ സ്ഥാപനങ്ങൾ. അതുകൊണ്ടാണ് അത് ടച്ച് ചെയ്തങ്ങ് പറയുന്നത്. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് പറയുന്നത് പ്രധാനമായിട്ടും 1992 73-ാം ഭേദഗതി പ്രകാരമാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വന്നത്. എവിടെയോ പഠിച്ചിട്ടില്ലേ? 73-ാം ഭേദഗതി എവിടെ പഠിച്ചത്? പഞ്ചായത്ത് രാജ് അല്ലേ? പഞ്ചായത്ത് രാജ് 73-ഉം നഗരപാലിക എത്രയാണ്? 74-ഉമാണ്. പഞ്ചായത്ത് രാജ് അപ്പോൾ ആ 92-ലെ 73 തന്നെയാണ് എന്ത് വന്നത്?
സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രൂപീകരിക്കാൻ കാരണമായ ഭേദഗതി എന്നാണ് 1992 73 ഭേദഗതി. എന്നാണ് വന്നത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വന്നത്? 1993 ഡിസംബർ 3-ന്. 1993 ഡിസംബർ 3-നാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വരുന്നത്. മറന്നുപോരുത്. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ എത്രയാണെന്ന് ചോദിക്കും. വെരി ഇമ്പോർട്ടൻറ്റ്. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 243K ആണ്. എത്രയാണ്? 243K ആണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ. എവിടെയാണ് ഇത് പഠിച്ചത്? 243K പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിളും 243K അല്ലേ? ആണ്. അപ്പൊ 1992 73 ഭേദഗതി പ്രകാരമാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വന്നത്. നിലവിൽ വന്നത് 1993 ഡിസംബർ 3-നാണ്. ഇതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ എത്രയാണ്? ആർട്ടിക്കിൾ 243K. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയമിക്കുന്നത് ആരാന്നറിയാമോ? നിയമിക്കുന്നതും നീക്കം ചെയ്യേണ്ടതും ഒക്കെ ഗവർണർ തന്നെയാണ്. 5 വർഷം അല്ലെങ്കിൽ 65 വയസ്സാണ് കാലാവധി. 5 വർഷം അല്ലെങ്കിൽ 65 വയസ്സാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കാലാവധി എന്ന് പറയുന്നത്. അപ്പൊ സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് സംവിധാനത്തിന്റെ ചുമതല വഹിക്കുന്ന ഉദ്യോഗസ്ഥൻ ആരെന്ന് വെച്ചിട്ടുണ്ട്? ചീഫ് ഇലക്ട്രൽ ഓഫീസറാണ്. ചീഫ് ഇലക്ട്രൽ ഓഫീസറാണ്. ഒരു ഇലക്ഷൻ നടക്കുമ്പോൾ അതിന്റെ പ്രധാന ചുമതല വഹിക്കുന്നത് ആരാ? പ്രിസൈഡിംഗ് ഓഫീസർ. ഓരോ മണ്ഡലത്തിൽ ഓരോ റൂമിന്റെയും ചുമതല വഹിക്കുന്നത് പ്രിസൈഡിംഗ് ഓഫീസർ. നോമിനേഷൻ ഒക്കെ കൊടുക്കേണ്ടത് ആർക്കാണ്? അത് റിട്ടേണിംഗ് ഓഫീസറിനാണ്. ദേശീയ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ എത്ര? 324 എന്നായിരുന്നു. 324 ആയിരുന്നു. സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം എന്ന 326. പിന്നെ നല്ലൊരു ചോദ്യമുണ്ട്, എപ്പോഴും ചോദിക്കുന്നത്. വോട്ടിംഗ് പ്രായം 21 വയസ്സിൽ നിന്ന് 18 വയസ്സാക്കി കുറച്ച ഭേദഗതി ഏതെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയേണ്ടത് 61 ഭേദഗതി. 1989 നിലവിൽ വന്നു 61 ഭേദഗതി. ആരാ കൊണ്ടുവന്നത്? വോട്ടിംഗ് പ്രായം കുറച്ച പ്രധാനമന്ത്രി ആരാ? പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി. നവോദയ വിദ്യാലയങ്ങൾ കൊണ്ടുവന്നത് രാജീവ് ഗാന്ധിയാണ്. നവോദയ വിദ്യാലയങ്ങൾ ആരംഭിച്ചതും രാജീവ് ഗാന്ധി. ഇന്ത്യയിൽ നവോദയ വിദ്യാലയങ്ങൾ ഇല്ലാത്ത സംസ്ഥാനം ഏതാ? ഇന്ത്യയിൽ നവോദയ വിദ്യാലയങ്ങൾ ഇല്ലാത്തത് തമിഴ്നാടാണ് അല്ലെ? ഇന്ത്യയിൽ നവോദയ വിദ്യാലയങ്ങൾ ഇല്ലാത്തത് എവിടെയാണ്? തമിഴ്നാട്ടിലാണ് നവോദയ വിദ്യാലയം. വിവരാവകാശ നിയമവും നിലവിൽ വന്നത് ആദ്യമായിട്ട് തമിഴ്നാട്ടിലല്ലേ? ആദ്യമായിട്ട് വിവരാവകാശ നിയമം നിലവിൽ വന്നതും തമിഴ്നാട് 97. അല്ലാതെ ഇന്ത്യയിൽ വിവരാവകാശ കമ്മീഷൻ നിലവിൽ വന്നതെന്നാ 2005 ഒക്ടോബർ 12. ഇന്ത്യയിൽ വിവരാവകാശ കമ്മീഷൻ നിലവിൽ വന്നതെന്നാണ് 2005 ഒക്ടോബർ 12-നാണ് വിവരാവകാശ കമ്മീഷൻ നിലവിൽ വന്നത്. അതൊന്ന് ഓർത്തു വെച്ചിരിക്കണേ. പിന്നെ പരീക്ഷയ്ക്ക് ചോദിക്കാൻ ഏറ്റവും നല്ലൊരു ചോദ്യം, പ്രധാനമന്ത്രിയിലെ രാജീവ് ഗാന്ധിക്ക് ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ഒരു നല്ലൊരു ചോദ്യമുണ്ട്. കൂറുമാറ്റ നിരോധന നിയമം. കൂറുമാറ്റ നിരോധന നിയമം കൊണ്ടുവന്നതും രാജീവ് ഗാന്ധിയാണ് അല്ലെ? നവോദയ വിദ്യാലയങ്ങൾ, പിന്നെ പ്രാഥമിക വിദ്യാഭ്യാസത്തിന് വേണ്ടി ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് കൊണ്ടുവന്നതും രാജീവ് ഗാന്ധി അല്ലേ? ആണ്. രാജീവ് ഗാന്ധിയുടെ ജന്മദിനം സദ്ഭാവന ദിനം ഓഗസ്റ്റ് 20 അല്ലെ? പലതവണ ഞാൻ പറഞ്ഞിട്ടുള്ളേ ഈ ഓഗസ്റ്റ് 20 കൊതുകു ദിനം. കൊതുകു ദിനം നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? മന്ത് പരത്തുന്നത് ഏത് കൊതുകാടെ? ക്യുലെക്സ് കൊതുകുകളും മലമ്പനി പരത്തുന്നത് അനോഫിലസ് പെൺകൊതുകുകളുമാണ് അല്ലെ? മന്ത് പരത്തുന്നത് ക്യുലെക്സ് കൊതുകുകളും മലമ്പനി പരത്തുന്നത് അനോഫിലസ് പെൺകൊതുകുകളും. എന്നാണ് കൊതുകു ദിനം എന്നായിരുന്നു. ഓഗസ്റ്റ് 20 കൊതുകു ദിനം. ഓഗസ്റ്റ് 29 ഏത് ദിനം? ഓഗസ്റ്റ് 29 കായിക ദിനം അല്ലെ? കായിക ദിനം. ആരുടെ ജന്മദിനം? ഓഗസ്റ്റ് 29 ധ്യാൻചന്ദിന്റെ ജന്മദിനം. ഹോക്കി മാന്ത്രികനായ ധ്യാൻചന്ദിന്റെ ജന്മദിനം. ധ്യാൻചന്ദിന്റെ പേരിലല്ലേ ഇപ്പൊ ഖേൽ രത്ന അവാർഡ്. അപ്പം ദേശീയ ഖേൽ രത്ന അവാർഡ് രാജീവ് ഗാന്ധി എന്ന പേര് മാറ്റി ഖേൽ രത്ന അവാർഡ് ധ്യാൻചന്ദ് ഖേൽ രത്ന അവാർഡ് എന്നാക്കി അല്ലെ? ആദ്യമായിട്ട് കിട്ടിയത് ആർക്കാണ്? ഖേൽ രത്ന പുരസ്കാരം ആദ്യമായി ലഭിച്ചത് വിശ്വനാഥൻ ആനന്ദ്. വിശ്വനാഥൻ ആനന്ദിനാണ് ആദ്യമായി ലഭിക്കുന്നത്. ആദ്യം ലഭിച്ച വനിത ആരാ? വനിത കർണം മല്ലേശ്വരിയാണ്. കർണം മല്ലേശ്വരിക്ക് ആദ്യം ലഭിച്ചത്. കേരളത്തിൽ നിന്ന് 3 പേർക്ക് ലഭിച്ചിട്ടില്ലേ? ആദ്യമായി ഖേൽ രത്ന പുരസ്കാരം നേടുന്ന കേരളത്തിൽ നിന്ന് ലഭിച്ചത് ആർക്കാ? ആദ്യം ലഭിച്ചത് KM ബീനാമോൾ, രണ്ടാമത് ലഭിച്ചത് അഞ്ജു ബോബി ജോൺ, മൂന്നാമത് കിട്ടിയത് PR ശ്രീജേഷിനാണ്. ഓർത്തു വെച്ചിരിക്കണേ. അപ്പൊ ഖേൽ രത്ന പുരസ്കാരം ആരുടെ പേരിലാണ്? ഇപ്പം ധ്യാൻചന്ദിന്റെ പേര്. ഇദ്ദേഹത്തിന്റെ ജന്മദിനം ഏതാ? ഓഗസ്റ്റ് 29. മെയ് 29 ഏത് ദിനമാണെന്നറിയാമോ? മെയ് 29 എവറസ്റ്റ് ദിനം. എവറസ്റ്റ് ദിനം എന്നു വെച്ചാൽ മെയ് 29. ലോകത്ത് ആദ്യമായിട്ട് എവറസ്റ്റ് കാലുകുത്തിയത് 1953. 53 മെയ് 29-നാണ് ലോകത്ത് ആദ്യമായിട്ട് എവറസ്റ്റിൽ കാലുകുത്തിയത്. ടെൻസിംഗ് നോർഗയും എഡ്മണ്ട് ഹിലാരിയും അല്ലെ? ടെൻസിംഗ് നോർഗയും എഡ്മണ്ട് ഹിലാരിയുമാണ് ആദ്യമായിട്ട് എവറസ്റ്റ് കേട്ടെ. എവറസ്റ്റ് ഏത് രാജ്യത്താണ്? നേപ്പാൾ. എവറസ്റ്റ് ഏത് രാജ്യത്താ? നേപ്പാൾ. എവറസ്റ്റ് ഏത് ഹിമാലയൻ നിരയിലാ? എവറസ്റ്റ് ഹിമാദ്രിയിലാണ്. എവറസ്റ്റ് ഏതിലാണ്? ഹിമാദ്രിയിൽ. കാഞ്ചൻജംഗയും ഹിമാദ്രിയിലാണ്. കാഞ്ചൻജംഗയും ഹിമാദ്രിയിൽ. പക്ഷേ മൗണ്ട് കേറ്റു ഏതിലാ? മൗണ്ട് കേറ്റു കാറക്കോറം മലനിരയിലാണ്. മൗണ്ട് കേറ്റു അഥവാ ഗോഡ്വിൻ
പിനാസ്റ്റിന്റെ ഏതിലാണ്? കാറക്കോറ. അപ്പൊ എവറസ്റ്റും കാഞ്ചൻജംഗയും ഏതിലാണ്? എവറസ്റ്റും കാഞ്ചൻജംഗയും ഏതിലെന്ന് ചോദിച്ചാൽ ഹിമാദ്രിയിലാണ്. കാഞ്ചൻജംഗ ഏത് സംസ്ഥാനത്താ? സിക്കിമിലാണ് കാഞ്ചൻജംഗ അല്ലെ. സിക്കിമിലല്ലേ ഏറ്റവും വേഗത്തിൽ ഒഴുകുന്ന നദി ഏതാ? ടീസ്റ്റ. സിക്കിമിലല്ലേ ഏറ്റവും വേഗത്തിൽ ഒഴുകുന്ന നദി ഏതാ? ടീസ്റ്റ. ടീസ്റ്റ ഏത് നദിയുടെ പോഷക നദിയാ? ബ്രഹ്മപുത്ര നദിയുടെ പോഷക നദി അല്ലെ. ബ്രഹ്മപുത്രയുടെ പോഷക നദിയാണ് ടീസ്റ്റ അല്ലെ. ടീസ്റ്റ, മാനസ്, രോഹിത്, അതുപോലെ സുബൻസിരി മറന്നു പോരുത്. ബ്രഹ്മപുത്രയുടെ ഏറ്റവും വലിയ പോഷക നദി ഏതാ? സുബൻസിരിയാണ് ബ്രഹ്മപുത്രയുടെ ഏറ്റവും വലിയ പോഷക നദി. ബ്രഹ്മപുത്രയുടെ ആദ്യകാല നാമം ലൗഹിത്യ എന്നതായിരുന്നു. ലൗഹിത്യ എന്നറിയപ്പെടുന്ന നദി ഏതാണ്? ബ്രഹ്മപുത്ര. മാജുലി ദ്വീപ് ബ്രഹ്മപുത്രയിലല്ലേ? ആണ്. മാജുലി ദ്വീപ് ബ്രഹ്മപുത്രയിൽ. ആസാമിലല്ലേ മാജുലി ദ്വീപ്? ബ്രഹ്മപുത്രയിൽ. പിന്നെ നല്ലൊരു ചോദ്യമുണ്ട്. ദേശീയ ജലപാത 2 സാദ്യ മുതൽ ദുബ്രി വരെയുള്ള ദേശീയ ജലപാത 2 ബ്രഹ്മപുത്ര നദിയില. ദേശീയ ജലപാത 1 ഏത് നദിയില? ദേശീയ ജലപാത 1 ഗംഗയും അവയുടെ പോഷക നദികൾ ഏതൊക്കെയാ? ഗംഗ, ഭഗീരഥി, ഹൂഗ്ലി. ഗംഗ, ഭഗീരഥി, ഹൂഗ്ലി എന്നീ ഇതിലാണ് ദേശീയ ജലപാത 1. അപ്പൊ ദേശീയ ജലപാത 2 ബ്രഹ്മപുത്രയിലെ അല്ലെ. ദേശീയ ജലപാത 1 എവിടെ മുതൽ എവിടം വരെ? ഹാൽഡിയ, അലഹബാദ് മുതൽ ഹാൽഡിയ വരെ 1. ദേശീയ ജലപാത 2 സാദ്യ മുതൽ ദുബ്രി വരെ ബ്രഹ്മപുത്ര നദിയിലാണ്. ദേശീയ ജലപാത 3 നമ്മുടെയാ അല്ലെ. കൊല്ലം മുതൽ കോഴിക്കോട് വരെ അല്ലെ. കൊല്ലം മുതൽ കോഴിക്കോട് വരെ ഈ വെസ്റ്റ് കോസ്റ്റ് കനാൽ എന്നാണ് അറിയപ്പെടുന്നത്. ദേശീയ ജലപാത 3-നെയാണ് വെസ്റ്റ് കോസ്റ്റ് കനാൽ. ദേശീയ ജലപാത 5-നെയാണ് ഈസ്റ്റ് കോസ്റ്റ് കനാൽ എന്നറിയപ്പെടുന്നത്. ദേശീയ ജലപാത 5 ഏതാണ്? ഈസ്റ്റ് കോസ്റ്റ് കനാൽ എന്നറിയപ്പെടുന്നു. മറന്നു പോരുത്, അതും പരീക്ഷയ്ക്ക് ചോദിക്കാം. ഇന്ത്യയിലെ ഏറ്റവും വലിയ നദി ഏതാ? ഗംഗയ. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ നദി ഏതാ? സിന്ധു ആണ്. സിന്ധു ഒഴുകുന്ന പ്രദേശം ഏതാ? അത് ലഡാക്കിലെ ലേ പട്ടണം. ലഡാക്കിലെ ലേ പട്ടണത്തിലാണ് സിന്ധു ഒഴുകുന്നത്. സിന്ധുവിന്റെ ഏറ്റവും വലിയ പോഷക നദി ഏതാ? സിന്ധുവിന്റെ ഏറ്റവും വലിയ പോഷക നദി ചിനാബ്. ഇന്ത്യയിലൂടെ ഒഴുകുന്നതിൽ സിന്ധുവിന്റെ ഏറ്റവും വലുത് ഏതാ? സത്ലജ്. സിന്ധുവിന്റെ ഏറ്റവും ചെറുത് ഏതാ? ബിയാസ്. അപ്പോൾ സിന്ധുവിന്റെ ഏറ്റവും വലുത് ചിനാബ്, ഇന്ത്യയിലൂടെ ഒഴുകുന്നതിൽ സത്ലജ്, ഏറ്റവും ചെറുത് ഏതെന്ന് ചോദിച്ചാൽ ബിയാസ്. കുളു മണാലി താഴ്വരകളിൽ ബിയാസ് അല്ലേ? കുളു മണാലി താഴ്വരകളിലൂടെ ഒഴുകുന്ന നദിയും ബിയാസ് ആണ്. പോങ് അണക്കെട്ട് ബിയാസിലല്ലേ? പോങ് അണക്കെട്ട് ഏതെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയേണ്ടത് ബിയാസിലാണ്. നമ്മൾ പോങ് അണക്കെട്ട് ഹിമാചൽ പ്രദേശിലാണ്. കുളു മണാലി ഹിമാചൽ പ്രദേശിലാണ്. കുളു മണാലി ഏതെന്ന് ചോദിച്ചാൽ ഹിമാചൽ പ്രദേശ്. ഇന്ത്യയുടെ പർവ്വത സംസ്ഥാനം ഹിമാചൽ പ്രദേശാണ്. ഇന്ത്യയുടെ ആപ്പിൾ സംസ്ഥാനം ഹിമാചൽ പ്രദേശാണ്. ആദ്യത്തെ കാർബൺ വിമുക്ത സംസ്ഥാനവും ഹിമാചൽ പ്രദേശ്. അപ്പൊ ഇന്ത്യയുടെ പർവ്വത സംസ്ഥാനം എന്നോ ഇന്ത്യയുടെ ആപ്പിൾ സംസ്ഥാനം എന്നൊക്കെ അറിയപ്പെടുന്നത് ഏതാണ്? ഹിമാചൽ പ്രദേശ്. ആപ്പിളിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണ്? ആപ്പിളിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് മാലിക് ആസിഡ് അല്ലെ. ആപ്പിളിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് മാലിക്. ഓറഞ്ചിൽ സിട്രിക്. നാരങ്ങയിലും ഓറഞ്ചിലും ഏതാ? സിട്രിക് ആണ്. തക്കാളിയിൽ ഏതാണ്? തക്കാളി, ചോക്ലേറ്റ്, ഉള്ളിയിലൊക്കെ ഏതാ? ഓക്സാലിക് ആസിഡ് അല്ലെ. ഓക്സാലിക് ആസിഡ്. ഉറുമ്പിലും തേനീച്ചയിലൊക്കെ ഏതാ? ഫോമിക് ആസിഡ്. ഉറുമ്പിലും തേനീച്ചയിലും ഏതാ? ഫോമിക് ആസിഡ് ആണ്. വിനാഗിരിയിലല്ലേ അസറ്റിക് ആസിഡ്? വിനാഗിരിയിൽ അസറ്റിക് ആസിഡ്. ആമാശയത്തിൽ ഏതാ? ആമാശയത്തിൽ ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ് ആമാശയത്തിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ്. തേയിലയിൽ ഏതാ? തേയിലയിൽ ടാനിക് ആസിഡ്. തേയിലയിൽ ഏതാ? ടാനിക്. മരച്ചീനിയിൽ ഏതാ ആസിഡ്? മരച്ചീനിയിൽ പ്രൂസിക് ആസിഡ്. മരച്ചീനിയിൽ ഏത് ആസിഡാണ്? പ്രൂസിക് ആസിഡ് അഥവാ ഹൈഡ്രോസയാനിക് ആസിഡ് എന്നും നമുക്ക് മരച്ചീനിയിൽ പറയാം അല്ലെ. സ്റ്റിയറിക് ആസിഡ് എവിടെ? സ്റ്റിയറിക് എണ്ണ, കൊഴുപ്പ് ഇതിലൊക്കെ ഏതെന്ന് ചോദിച്ചാൽ സ്റ്റിയറിക് ആസിഡ്. പുളിയിലും മുന്തിരിയിലും ഒക്കെ ഏതാണ്? പുളിയിലും മുന്തിരിയിലും ഒക്കെ ടാർട്ടാറിക് ആസിഡ് ആണ്. പുളിയിലും മുന്തിരിയിലും ഏതാണ്? ടാർട്ടാറിക് ആസിഡ്. ഗലീന എന്ന് കേട്ടിട്ടുണ്ടോ? ഗലീന എന്തിന്റെ അയിരാണ്? ഗലീന ലെഡ്. ഗലീന എന്തിന്റെ അയിരാണ്? ലെഡ്. സിന്നബാർ മെർക്കുറി. ഗലീന ലെഡ്. സിന്നബാർ എന്തിന്റെ ആയിരുന്നത്? മെർക്കുറി. ബോക്സൈറ്റ് അലൂമിനിയം ആണ്. അലൂമിനിയം. പീച്ച് ബ്ലെൻഡ് യുറേനിയം അല്ലേ? അപ്പൊ യുറേനിയം, പിച്ച് ബ്ലെൻഡ്, ബോക്സൈറ്റ്, അലൂമിനിയം. അതുപോലെ തോറിയം അല്ലേ? മോണോസൈറ്റ്. അപ്പൊ തോറിയത്തിൽ മോണോസൈറ്റ്. ഇൽമനൈറ്റിലോ? ടൈറ്റാനിയം. അപ്പൊ ടൈറ്റാനിയം ഇൽമനൈറ്റ്, തോറിയം മോണോസൈറ്റ്, യുറേനിയം പിച്ച് ബ്ലെൻഡ്, അലൂമിനിയം ബോക്സൈറ്റ്, ഗലീന ലെഡ്. ഗലീന ഏതാണ്? ലെഡ്. സിന്നബാർ മെർക്കുറി. അതുപോലെ കലാമിൻ എന്തിന്റെയാണ്? സിങ്ക്. കലാമിൻ എന്തിന്റെ ആയിരുന്നു? സിങ്ക്. ബിസ്മത്ത് അറൈറ്റ് സ്വർണ്ണത്തില. അർജന്റൈറ്റ് വെള്ളി. ബിസ്മത്ത് അറൈറ്റ് സ്വർണ്ണമാണെങ്കിൽ അർജന്റൈറ്റ് വെള്ളിയില. ഹേമറ്റൈറ്റും മാഗ്നറ്റൈറ്റും ഇരുമ്പല്ലേ? ഹേമറ്റൈറ്റും മാഗ്നറ്റൈറ്റും ഏതാ? ഇരുമ്പ്. മാലക്കൈറ്റും ചാൽക്കോലൈറ്റ് ഒക്കെ നമുക്ക് ചെമ്പ് പറയാം. ഏത് പറയാണ്? ചെമ്പാണ് നമ്മൾ പറയേണ്ടത്. അപ്പോൾ ഒന്ന് ഓർത്ത് വെച്ചിരിക്കണേ. മനുഷ്യൻ ആദ്യം കണ്ടുപിടിച്ച ലോഹം ചെമ്പാണോ? ആണ്. മനുഷ്യൻ ആദ്യം കണ്ടുപിടിച്ച ലോഹം ഏതാണ്? ചെമ്പാണ്. ഈ പഞ്ചലോഹ വിഗ്രഹങ്ങളിൽ ഏറ്റവും കൂടുതലുള്ളതും
ചെമ്പല്ലേ? ആണ്. പഞ്ചലോക വിഗ്രഹങ്ങളിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്നത് ഏതെന്ന് ചോദിച്ചാലും ചെമ്പാണ് അല്ലെ? വീടുകളിലെ വൈദ്യുത കമ്പിയും ചെമ്പല്ലേ? ആണ്. വീടുകളിലെ വൈദ്യുത കമ്പിയും ചെമ്പാണ് നമ്മൾ. പക്ഷേ വൈദ്യുത തൂണുകളിലെ വൈദ്യുത കമ്പി അലൂമിനിയമാണ്. ആ വൈദ്യുത തൂണുകളിലെ വൈദ്യുത കമ്പി ഏതാണ്? അലൂമിനിയം. കളിമണ്ണിൽ ധാരാളം അടങ്ങിയിരിക്കുന്ന ലോഹവും അലൂമിനിയമാണ്. കളിമണ്ണിൽ ധാരാളമായി അടങ്ങിയിരിക്കുന്ന ലോഹം ഏതാണ്? അലൂമിനിയമാണ്. വീടുകളുടെ വൈദ്യുത കമ്പി ഏതാണ്? അലൂമിനിയം. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം അലൂമിനിയം അല്ലേ? ആണ്. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം ഏതെന്ന് ചോദിച്ചാലും അലൂമിനിയമാണ്. കളിമണ്ണിൽ ഏതാണ്? അലൂമിനിയമാണ് നമ്മൾ പറയേണ്ടത്. അപ്പൊ മനുഷ്യൻ ആദ്യമായി കണ്ടുപിടിച്ച ലോഹം ഏതാ? ചെമ്പ്. ഓടിലെ ഘടകവർണ്ണങ്ങളും അതല്ലേ? ഓട് എന്ന് പറയുമ്പോൾ ടിന്നും ചെമ്പും അല്ലേ? ഓട് എന്ന് പറയുമ്പോൾ ടിന്നും ചെമ്പും. പിച്ചള എന്ന് പറയുമ്പോൾ ഏതാണ്? പിച്ചള എന്ന് പറയുമ്പോൾ കോപ്പറും സിങ്കുമാണ്. ഓടിക്കോ പിക്കോസി എന്നല്ലേ നമ്മൾ പറയുന്നത്. അപ്പൊ ഓട് എന്ന് പറയുന്നത് ടിന്നും കോപ്പറും, പിച്ചള എന്ന് പറയുന്നത് കോപ്പറും സിങ്കുമാണ്. വിമാനങ്ങളുടെ പുറംഭാഗം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കരം ഏതാ? ഡുറാലുമിൻ അല്ലേ? ഡുറാലുമിൻ അല്ലേ? വിമാനങ്ങളുടെ എഞ്ചിൻ നിർമ്മിക്കുന്നത് ടൈറ്റാനിയം ആണ്. എഞ്ചിൻ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത് ടൈറ്റാനിയം. പുറംഭാഗം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത് ഡുറാലുമിൻ ആണ്. ഈ താജ്മഹലിന്റെ നിറം മങ്ങുന്നതിന് കാരണം എന്താന്ന് ചോദിച്ചിട്ടുണ്ടല്ലോ. താജ്മഹലിന്റെ നിറം മങ്ങുന്നത് അല്ലെങ്കിൽ അഗ്നിപർവ്വത സ്ഫോടന സമയത്ത് പുറത്തു വരുന്ന വാതകം, ഇതൊക്കെ ഏതെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയേണ്ടത് സൾഫർ ഡൈ ഓക്സൈഡ് ആണ്. താജ്മഹലിന്റെ നിറം മങ്ങുന്നതിന് കാരണവും അഗ്നിപർവ്വത സ്ഫോടനങ്ങളിലൂടെ പുറത്തു വരുന്ന ആ പുകയൊക്കെ ഏതാണ്? സൾഫർ ഡൈ ഓക്സൈഡ് ആണ്. അതുപോലെ കൃത്രിമ മഴ പെയ്യിക്കുന്നത് ഏതാ? കൃത്രിമ മഴ പെയ്യിക്കുന്നത് സിൽവർ അയഡൈഡ്. കൃത്രിമ മഴ പെയ്യിക്കാൻ ഉപയോഗിക്കുന്ന ഏതാണ്? സിൽവർ അയഡൈഡ് ആണ്. ഓക്കെ. ഇതുപോലെ സിൽവർ ബ്രോമൈഡ് അല്ലേ ഫോട്ടോഗ്രാഫിയിൽ ഉപയോഗിക്കുന്നത്? എലിവിഷം ഏതാ? എലിവിഷം സിങ്ക് ഫോസ്ഫൈഡ് ആണ്. എലിവിഷം ഏതാണ്? സിങ്ക് ഫോസ്ഫൈഡ് ആണ് അല്ലേ? പാറ്റാ ഗുളിക ഏതാ? പാറ്റാ ഗുളിക നാഫ്തലിൻ. പാറ്റാ ഗുളിക ഏതാണ്? നാഫ്തലിൻ. അജിനോമോട്ടോയുടെ രാസനാമം അറിയാമോ? അജിനോമോട്ടോയുടെ രാസനാമം മോണോസോഡിയം ഗ്ലൂട്ടമേറ്റ്. അജിനോമോട്ടോയുടെ രാസനാമം ഏതാണ്? മോണോസോഡിയം ഗ്ലൂട്ടമേറ്റ് ആണ് അജിനോമോട്ടോയുടെ രാസനാമം ഏതെന്ന് ചോദിച്ചിട്ടുണ്ട്. ഈ തുരുമ്പ് തുരിശും ഒക്കെ കേട്ടിട്ടുണ്ടോ? തുരിശ് എന്ന് പറഞ്ഞാൽ എന്താ? തുരിശ് എന്ന് പറഞ്ഞാൽ കോപ്പർ സൾഫേറ്റ്. തുരിശ് ഏതാണ്? കോപ്പർ സൾഫേറ്റ്. അതിന്റെ നിറം ചോദിച്ചിട്ടുണ്ട്. കോപ്പർ സൾഫേറ്റിന്റെ നിറം നീലയാണ്. തുരിശിന്റെ നിറം ഏതാണ്? തുരിശിന്റെ നിറം നീല. അപ്പൊ തുരിശ് എന്ന് പറഞ്ഞാൽ ഏതാ? കോപ്പർ സൾഫേറ്റ്. നീല വേറൊന്നും പഠിച്ചിട്ടില്ലേ? ഓസോണിന്റെ നിറം ഏതാന്ന് ചോദിച്ചിട്ടില്ലേ? ഓസോണിന്റെ നിറവും നീലയാണ്. എന്നാ ഓസോൺ ദിനം എന്ന് ചോദിച്ചാൽ സെപ്റ്റംബർ 16. ഒക്ടോബർ 16 ഭക്ഷ്യദിനമാണ്. അപ്പോൾ ഓസോൺ ദിനം ഏതാണ്? സെപ്റ്റംബർ 16. ഏത് അന്തരീക്ഷ പാളിയിലാണ് ഓസോൺ പാളി? സ്ട്രാറ്റോസ്ഫിയറിൽ. അപ്പോൾ ഓസോൺ പാളി ഏത് അന്തരീക്ഷ പാളിയിൽ? സ്ട്രാറ്റോസ്ഫിയർ. ജെറ്റ് വിമാനങ്ങൾ പോകുന്നതും സ്ട്രാറ്റോസ്ഫിയറിലാണ്. അപ്പൊ ജെറ്റ് വിമാനങ്ങളും വിമാനങ്ങളുടെ സഞ്ചാരപാത ഏതെന്നൊക്കെ ചോദിച്ചാൽ സ്ട്രാറ്റോസ്ഫിയർ. നമ്മൾ താമസിക്കുന്നത് ഇതിലാ? ട്രോപ്പോസ്ഫിയർ. മഴ, മഞ്ഞ്, കാറ്റ്, ഹരിതഗൃഹ പ്രഭാവം, ആഗോളതാപനം, ഇടി, ഇതൊക്കെ അറിയപ്പെടുന്നത് ഏതിലാ? ട്രോപ്പോസ്ഫിയറിലാ. അപ്പൊ ട്രോപ്പോസ്ഫിയറിലാണ് നമ്മൾ മനുഷ്യരാശിയുടെ ഭവനം എന്ന് വിളിക്കുന്നത്. ഓസോൺ പാളിയും ജെറ്റ് വിമാനങ്ങളൊക്കെ പോകുന്നത് ഏതാണ്? സ്ട്രാറ്റോസ്ഫിയറിലാണ് നമ്മൾ പറയേണ്ടത്. ഓസോണിന്റെ തോതളക്കുന്ന യൂണിറ്റ് അറിയാമോ? ഓസോണിന്റെ തോതളക്കുന്ന യൂണിറ്റ് ഡോപ്സൺ യൂണിറ്റ്. ഏതായിരുന്നു? ഡോപ്സൺ യൂണിറ്റ് ആണ് ഓസോണിന്റെ തോതളക്കുന്ന യൂണിറ്റ്. നമുക്ക് ഇന്ന് ഒത്തിരി പോർഷൻ ഉണ്ട്. ഇന്ന് ഞാനൊരു 10 ടോപ്പിക്കാണ് നിങ്ങളുടെ മുമ്പിലേക്ക് എഴുതിയിരിക്കുന്നത്. നോക്കേ, 10 ടോപ്പിക്കും നല്ല കുറെ ക്വസ്റ്റ്യൻ ആണ്. പ്രധാന നവോത്ഥാന കൃതികൾ ഏത്? റാങ്കിങ് ഇന്ത്യ. മലയാളത്തിലെ ആത്മകഥകൾ ചോദിച്ചിട്ടുണ്ട്. ഭൂപട സാങ്കല്പിക രേഖകൾ, ഗഗൻയാൻ ആദിത്യ 1. കേരളത്തിലെ പ്രധാന കലാരൂപങ്ങൾ, ഉപഭോക്തൃ സംരക്ഷണ നിയമം, സമുദ്രജല പ്രഭാഗം, പശ്ചിമഘട്ടം പൂർവ്വഘട്ടം, 1857 വിപ്ലവ നായകന്മാർ. വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. എല്ലാം നല്ല കുറെ ക്വസ്റ്റ്യൻ ആയി. ഇതിനൊക്കെ വരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഒരുവിധം മാക്സിമം ഒപ്പിച്ചു തരികയാണ്. 10 എണ്ണമാണ് ഇന്ന് കൊണ്ടുവന്നത്. നവോത്ഥാന കൃതികൾ നമുക്കൊന്ന് നോക്കാം. ആദ്യമായിട്ട് നവോത്ഥാന കൃതികൾ ഒന്ന് നോക്കേ. ആദ്യത്തെ നവോത്ഥാന കൃതികൾ ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത് ചട്ടമ്പി സ്വാമികളെ. PSCക്ക് അങ്ങ് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ നവോത്ഥാന നായകരിൽ കൃതി ചോദിച്ചിട്ടുണ്ടെങ്കിൽ ചട്ടമ്പി സ്വാമികളുടെ തന്നെയായിരിക്കും കൃതികൾ എന്ന് ചോദിക്കുന്നത്. ഏതൊക്കെയായിരുന്നു? ഞാനും പലതവണ നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ട്. ആദിഭാഷ, വേദാധികാര നിരൂപണം, പ്രാചീന മലയാളം, മോക്ഷപ്രദീപ ഖണ്ഡനം. ഇതൊക്കെ ആരുടെയാണ്? ചട്ടമ്പി സ്വാമികളുടെ. ആദിഭാഷ, പ്രാചീന മലയാളം, മോക്ഷപ്രദീപ ഖണ്ഡനം, വേദാധികാര നിരൂപണം, നിജാനന്ദ വിലാസം, അദ്വൈത ചിന്താമണി, ചിന്താ പദ്ധതി, അദ്വൈത പഞ്ചരം, ഇതൊക്കെ ആരുടെയായിരുന്നത്? അതൊക്കെ നമ്മുടെ ചട്ടമ്പി സ്വാമി. എവിടെയാ ജനിച്ചത് ചട്ടമ്പി സ്വാമി? കൊല്ലൂരിലെ കണ്ണമ്മൂല അല്ലെ? അദ്ദേഹത്തിന്റെ ജന്മദിനം അല്ലേ ഇവിടെ ജീവകാരുണ്യ ദിനം. എന്നാ ജീവകാരുണ്യ ദിനം ഓഗസ്റ്റ് 25 അല്ലെ? ഓഗസ്റ്റ് 25 ചട്ടമ്പി സ്വാമികളുടെ ജന്മദിനമാണ്. 1853 ജനിച്ചത്. കൊല്ലൂരിലെ കണ്ണമ്മൂലയിലാണ് ഇദ്ദേഹം ജനിച്ചത്. എവിടെയായിരുന്നു?
ഉണ്ടായിരുന്നു. ഇദ്ദേഹത്തിന്റെ സമാധി സ്ഥലം എവിടെ? പന്മന. സർവ്വവിദ്യാധിരാജൻ എന്നും കാഷായം ധരിക്കാത്ത സന്യാസി എന്നും ഷൺമുഖദാസൻ എന്നൊക്കെ അറിയപ്പെടുന്നത് ആരാണ്? നമ്മുടെ ചട്ടമ്പി സ്വാമികളാണ്. കൃതി മറന്നുപോരുത്. ആദ്യ ഭാഷ പ്രാചീന മലയാളം, മോക്ഷപ്രദീപ ഖണ്ഡനം, വേദാധികാര നിരൂപണം. അടുത്ത നോക്കാം. അടുത്തത് ശ്രീനാരായണ ഗുരു. അതും പിന്നെ അതേപോലെ ചോദിക്കുന്ന ഒരു വ്യക്തിയാണ് ശ്രീനാരായണ ഗുരു. അദ്ദേഹത്തിന്റെ ആദ്യത്തെ കൃതി തന്നെയാണ് ഞാൻ ആദ്യം എഴുതിയിരിക്കുന്നത്. ഏതാന്ന് നോക്കെ? ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട്. ശ്രീനാരായണ ഗുരുവിന്റെ ആദ്യത്തെ കൃതി ഏതാണ്? ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട്. ദർശനമാല, ദൈവദശകം, പരീക്ഷയ്ക്ക് ആവർത്തിക്കുന്നത് ദൈവദശകം. നമ്മുടെ കല്യാണ സമയത്ത് വരി ഉണ്ടല്ലോ, ദൈവദശകത്തിലെ വരിയാണ് അവർ പാടുന്നത്. അതുപോലെ ആത്മോപദേശ ശതകം, അവനവൻ ആത്മസുഖത്തിനായി ആചരിക്കുന്നു എന്ന് തുടങ്ങുന്ന ഒരു വരിയില്ലേ, അത് ശ്രീനാരായണ ഗുരുവിന്റെ ആത്മോപദേശ ശതകം. ജാതി മീമാംസ, മറന്നുപോരുത്. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം എന്ന് പ്രതിപാദിക്കുന്ന ശ്രീനാരായണ ഗുരുവിന്റെ കൃതി ഏതാണ്? ജാതി മീമാംസയിലാണ്. കാളി നാടകം, നവമഞ്ജരി. അപ്പൊ ആദ്യത്തെ കൃതി മറന്നുപോരുത്, ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട്. നമുക്കൊരു ഗജേന്ദ്രമോക്ഷം ചുമർ ചിത്രമില്ലേ? എവിടെ ഗജേന്ദ്രമോക്ഷം ചുമർ ചിത്രം? ചുമർ ചിത്രം എവിടെയെന്ന് ചോദിച്ചാൽ കായംകുളം കൃഷ്ണപുരം കൊട്ടാരത്തിലാണ് അല്ലെ. കായംകുളം കൃഷ്ണപുരം കൊട്ടാരത്തിലാണ് ആ ചുമർ ചിത്രം. ആരാണ് കായംകുളം കൃഷ്ണപുരം കൊട്ടാരം പണികഴിപ്പിച്ചത്? മാർത്താണ്ഡവർമ്മ. മാർത്താണ്ഡവർമ്മയാണ് കായംകുളം കൃഷ്ണപുരം കൊട്ടാരം. ആ മാർത്താണ്ഡവർമ്മയുടെ യഥാർത്ഥ നാമം എന്താണ്? അനിഴം തിരുനാൾ അല്ലെ. അനിഴം തിരുനാൾ. നെയ്യാറ്റിൻകരയുടെ രാജകുമാരൻ എന്നല്ലേ മാർത്താണ്ഡവർമ്മ അറിയപ്പെടുന്നത്? ആണ്. നെയ്യാറ്റിൻകരയുടെ രാജകുമാരൻ എന്ന് സ്വയം വിശേഷിപ്പിച്ചത് മാർത്താണ്ഡവർമ്മ. അല്ലാതെ അറിയപ്പെടുന്നത് സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയാണ് നെയ്യാറ്റിൻകരയുടെ രാജകുമാരൻ എന്നറിയപ്പെടുന്നത്. മാർത്താണ്ഡവർമ്മ അവിടെയല്ലേ ഒളിച്ചിരുന്നത്? ശ്രീകൃഷ്ണ സ്വാമി അമ്മച്ചിപ്ലാവില് ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിലായിരുന്നു. മാർത്താണ്ഡവർമ്മയുടെ യഥാർത്ഥ നാമം ഏതാണ്? അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുപോലെ ധർമ്മരാജയുടെ യഥാർത്ഥ നാമം കാർത്തിക തിരുനാളായിരുന്നു. ഏതായിരുന്നത്? കാർത്തിക തിരുനാൾ. ഈ മാർത്താണ്ഡവർമ്മയിലൂടെ തൃപ്പടിദാനം നടത്തിയത് എന്നാ? തൃപ്പടിദാനം 1750. പോട്ടെ. അപ്പൊ അടുത്ത ഗജേന്ദ്രമോക്ഷം, ദർശനമാല, ദൈവദശകം, ആത്മോപദേശ ശതകം. അടുത്ത ബ്രഹ്മാനന്ദ ശിവയോഗി, മോക്ഷപ്രദീപമെന്നേ ഉള്ളൂ. മോക്ഷപ്രദീപ ഖണ്ഡനം എവിടെ പഠിച്ച്? ചട്ടമ്പി സ്വാമിയെ പഠിച്ചു. മോക്ഷപ്രദീപം ബ്രഹ്മാനന്ദ ശിവയോഗി, ആനന്ദ കൊമ്മി, ശിവയോഗ രഹസ്യം, ശ്രീ വിദ്യാഭൂഷണി. അടുത്തത് വൈകുണ്ഠ സ്വാമികൾക്ക് 2 എണ്ണം ഉണ്ട്. നല്ലവണ്ണം പഠിച്ചു വെച്ചിരിക്കുക. അഖിലത്തിരുട്ട് അമ്മാനെ അരുൾ നൂല്. വെരി വെരി ഇമ്പോർട്ടന്റ്. അഖിലത്തിരുട്ട് അമ്മാനെ അരുൾ നൂല്. മനസ്സാണ് ദൈവം എന്ന് പറഞ്ഞത് ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്. വൈകുണ്ഠസ്വാമി പറഞ്ഞ എന്താ? ജാതിയൊന്ന്, മതമൊന്ന്, കുലമൊന്ന്, ദൈവമൊന്ന്, ലോകമൊന്ന്, ഇങ്ങനെ പറഞ്ഞത് വൈകുണ്ഠസ്വാമി. ഇദ്ദേഹം ആദ്യ നവോത്ഥാന പ്രസ്ഥാനം ഏതാ? 1836 സമത്വ സമാജം സ്ഥാപിച്ചു അല്ലെ. 1836 സമത്വ സമാജം സ്ഥാപിച്ചത് ആരാണ്? വൈകുണ്ഠ സ്വാമികളാണ്. വൈകുണ്ഠസ്വാമി നാഗർകോവിലെ സാമിത്തോപ്പിലാണ് ജനിച്ചത്. മുന്തിരി കിണറൊക്കെ ഇദ്ദേഹം ഇവിടെ കൊണ്ടുവരുന്നത്. അതൊന്ന് പഠിച്ചു വെച്ചിരിക്കണം. അടുത്ത നോക്കെ, വാക്ഫടാനന്ദന്റെ കൃതിയും ചോദിച്ചു കണ്ടിട്ടുണ്ട്. ആത്മവിദ്യാ സംഘം, പ്രാർത്ഥനാ മഞ്ജരി, അഭിനവ കേരളം, ആത്മവിദ്യാ കാഹളം, ഇതൊക്കെ അദ്ദേഹത്തിന്റെ മാസിക. അഭിനവ കേരളം മാസികയാണ്. ആത്മവിദ്യാ കാഹളം അദ്ദേഹത്തിന്റെ സംഘടനയുടെ മാസിക. യജമാനൻ എന്ന മാസിക, വെരി വെരി ഇമ്പോർട്ടന്റ്. യജമാനൻ എന്ന മാസിക വാക്ഫടാനന്ദന്റെ. നമ്മുടെ ഗുരുവായൂർ സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത നവോത്ഥാന നായകൻ വാക്ഫടാനന്ദനാണ്. ഗുരുവായൂർ സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത നവോത്ഥാനം ഇദ്ദേഹമാണ്. ഏതാണ്? കാഷായം ധരിക്കാത്ത സന്യാസിയല്ല, കാവ്യ ഉപേക്ഷിച്ച് കതറണിഞ്ഞ നവോത്ഥാന നായകൻ വാക്ഫടാനന്ദൻ. ഇദ്ദേഹത്തിന്റെ സംഘടന ഞാൻ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. 1917 ഏതായിരുന്നു? 1917 വന്ന പ്രസ്ഥാനമാണ് ഇദ്ദേഹത്തിന്റെ ആത്മവിദ്യാ സംഘം കൊണ്ടുവരുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. അപ്പൊ യജമാനൻ എന്ന മാസികയാരുടെ? വാക്ഫടാനന്ദൻ. വേലക്കാരൻ എന്ന മാസിക ഞാൻ പഠിപ്പിച്ചിട്ടില്ലേ? വേലക്കാരൻ സഹോദരൻ അയ്യപ്പന്റെയും, യജമാനൻ ഉള്ളതാരുടെയാണ്? യജമാനൻ വാക്ഫടാനന്ദന്റെ. അടുത്ത നോക്കെ, പണ്ഡിറ്റ് കറുപ്പന്റെ പ്രശസ്ത കൃതി ജാതിക്കുമ്മി. അവശ്യ സമുദായങ്ങളുടെ മാഗ്നാ കാർട്ട എന്ന് തന്നെ പറയുന്നത് ജാതിക്കുമ്മി. ശാകുന്തളം വഞ്ചിപ്പാട്ട്. നേരത്തെ ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട് പഠിച്ചു ശ്രീനാരായണ ഗുരു. ഇത് കണ്ടോ? ശാകുന്തളം വഞ്ചിപ്പാട്ട്, ഉദ്യാന വിരുന്ന്, സ്വോത്ര മന്ദാരം, സംഗീത നൗഷധം, കാളിയ മർദ്ദനം, ഇതൊക്കെ അദ്ദേഹത്തിന്റെ. ഉദ്യാന വിരുന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഏറ്റവും ഇമ്പോർട്ടന്റ് ജാതിക്കുമ്മി, ഉദ്യാന വിരുന്ന്, സ്വോത്ര മന്ദാരം, ശാകുന്തളം വഞ്ചിപ്പാട്ട്, ഇതൊക്കെ ആരുടെയാണ്? പണ്ഡിറ്റ് കറുപ്പൻ. എവിടെയാ ജനിച്ച പണ്ഡിറ്റ് കറുപ്പൻ? പണ്ഡിറ്റ് കറുപ്പൻ എറണാകുളം ജില്ലയിലെ ചേരാനെല്ലൂര. പണ്ഡിറ്റ് കറുപ്പന്റെ സംഘടന ഏതാ? 1907 അരേ സമാജം സ്ഥാപിച്ചത് പണ്ഡിറ്റ് കറുപ്പനല്ലേ. കല്യാണദായിനി സഭ സ്ഥാപിച്ചത് പണ്ഡിറ്റ് കറുപ്പനല്ലേ. കായൽ സമ്മേളനം വിളിച്ചുകൂട്ടിയത് പണ്ഡിറ്റ് കറുപ്പനല്ലേ. ഓക്കെ. VT ഭട്ടത്തിരിപ്പാടിന്റെ ഏതൊക്കെയാന്ന് നോക്കെ. കണ്ണീരും കിനാവും അദ്ദേഹത്തിന്റെ ആത്മകഥയാണ്. കണ്ണീരും കിനാവും, വെരി വെരി ഇമ്പോർട്ടന്റ്. അദ്ദേഹത്തിന് ഒരു നാടകം ഉണ്ടെന്നറിയാം.
അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക്, അല്ലെ, അരങ്ങത്തേക്ക്, അദ്ദേഹത്തിന്റെ നാടകം ആണ് അത്. രജനീ രംഗം, കർമ്മ വിഭാഗം, സത്യം എന്നത് ഇവിടെ മനുഷ്യനാകുന്നു, വിശക്കാത്ത ദൈവവും വിശക്കുന്ന മനുഷ്യരും, വിശക്കാത്ത ദൈവവും വിശക്കുന്ന മനുഷ്യരും, സത്യം എന്നത് ഇവിടെ മനുഷ്യനാകുന്നു, കർമ്മ വിഭാഗം, രജനീ രംഗം, അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക്, കണ്ണീരും കിനാവും, ഇതൊക്കെ ആരുടെ കൃതിയാണ്? ഇതൊക്കെ വി.ടി. ഭട്ടതിരിപ്പാടിന്റെ. സംഘടന എന്താ? വി.ടി. ഭട്ടതിരിപ്പാടിന്റെ സംഘടനയുടെ പേര് ഏതെന്ന് ചോദിച്ചാൽ നമ്മൾ പറയേണ്ടത് വി.ടി. ഭട്ടതിരിപ്പാടിന്റെ സംഘടന യോഗക്ഷേമ സഭ. 1908 വന്ന യോഗക്ഷേമ. ഇദ്ദേഹം യാചനായാത്ര നടത്തിയിട്ടുണ്ട്. 1931 തൃശ്ശൂർ മുതൽ ചന്ദ്രഗിരിപ്പുഴ വരെ യാചനായാത്ര. അടുത്ത A.K. ഗോപാലിനെ നമുക്ക് നോക്കാം. ഇദ്ദേഹത്തിന്റെ ആത്മകഥ ഉണ്ടോ? എന്റെ ജീവിത കഥ, മൈ ലൈഫ് സ്റ്റോറി. മൈ സ്റ്റോറി മാധവിക്കുട്ടിയുടെ മൈ ലൈഫ് സ്റ്റോറി അദ്ദേഹത്തിന്റെ ആത്മകഥയാണ്. പിന്നെ നല്ലൊരു ആവർത്തിക്കുന്ന ഒരു കൃതിയാണ് കൊടുങ്കാറ്റിന്റെ മാറ്റൊലി. കൊടുങ്കാറ്റിന്റെ മാറ്റൊലി. ഞാനൊരു പുതിയ ലോകം കണ്ടു, എൻ്റെ പൂർവ്വകാല സ്മരണകൾ. ഞാനൊരു പുതിയ ലോകം കണ്ടു, എൻ്റെ പൂർവ്വകാല സ്മരണകൾ, കൊടുങ്കാറ്റിന്റെ മാറ്റൊലി. ഇതൊക്കെ ആരുടെ? A.K.ജിയുടെ. A.K.ജിയുടെ ആത്മകഥ ഏതാ? എൻ്റെ ജീവിതകഥ. ഇന്ത്യൻ കോഫി ഹൗസിന്റെ ശില്പി A.K.ജി ആണ്. അതുപോലെ A.K.ജി എല്ലിയുടെ നമ്മുടെ പട്ടിണി ജാഥ നയിച്ചത് 1936 കണ്ണൂരിൽ നിന്ന് മദ്രാസിലേക്ക് പട്ടിണി ജാഥ. ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ ഓൾ ഇന്ത്യ ക്യാപ്റ്റൻ A.K.ജി അല്ലേ? ഓൾ ഇന്ത്യ ക്യാപ്റ്റനും A.K.ജി ആണ്. അടുത്ത നോക്കേ, അടുത്തത് റാങ്കിങ്. ഏറ്റവും കുറച്ച് ഞാൻ എഴുതിയിട്ടുണ്ട്, കുറച്ചും കൂടെ കൊണ്ടുതരാം. ഏറ്റവും പ്രധാനപ്പെട്ട എന്ന് തോന്നിയ കുറച്ച് റാങ്കിങ് ഒന്ന് നോക്കാം. 2024 ഹാപ്പിനെസ് ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 1ാം സ്ഥാനം ഫിൻലാൻഡ് ആണ്. അപ്പൊ ഹാപ്പിനെസ്, സന്തോഷ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 126ാം സ്ഥാനമാണ്. 1ാം സ്ഥാനം ആർക്കാണ്? ഫിൻലാൻഡ് ആണ്. ഏറ്റവും അവസാന സ്ഥാനം അഫ്ഗാനിസ്ഥാൻകാർക്കാണ്. ഏറ്റവും അവസാനം 2023 126 തന്നെയായിരുന്നു. അന്നും 1ാം സ്ഥാനം ഫിൻലാൻഡുകാർക്കാണ്. അപ്പൊ ഹാപ്പിനെസ് ഇൻഡെക്സിൽ 1ാം സ്ഥാനം ആർക്കാണ്? ഫിൻലാൻഡുകാർക്കാണ് 1ാം സ്ഥാനം. ഇന്ത്യക്ക് 126. ഇന്റർനാഷണൽ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ഇൻഡെക്സ് 2024 അത് പരീക്ഷയ്ക്ക് ചോദിച്ചാൽ 1ാം സ്ഥാനം അമേരിക്ക, ഇന്ത്യക്ക് 42ാം സ്ഥാനമാണ്. എഴുതി പഠിച്ചു വെച്ചിരിക്കണേ. ഇന്ത്യക്ക് 42ാം സ്ഥാനം. 2024 വേൾഡ് എയർ ക്വാളിറ്റി റിപ്പോർട്ട് ഏറ്റവും മാലിന്യമായ രാജ്യം എന്ന് വിളിക്കുന്നത്, അല്ലെങ്കിൽ ഏറ്റവും മലിനമായ രാജ്യം എന്ന് വിളിക്കുന്നത് ബംഗ്ലാദേശാണ്. ഇന്ത്യ 3ാം സ്ഥാനത്ത് കിടപ്പുണ്ട്. ഏറ്റവും മലിനമായ തലസ്ഥാന നഗരം നമ്മുടെ ഇന്ത്യയിലെ ന്യൂഡൽഹിയാണ് അവർ ഉദ്ദേശിക്കുന്നത്. അടുത്ത നോക്കെ, ഏറ്റവും മലിനമായ മെട്രോപൊളിറ്റൻ നഗരം ബെഗുസറായി, ബീഹാർ ആണ്. ഇനി മാനവ വികസന സൂചിക, ഇത് ആവർത്തിച്ചിട്ടുണ്ട്. 2024 സ്വിറ്റ്സർലൻഡ് ആണ് 1ാം സ്ഥാനത്ത്, ഇന്ത്യ 134ാം സ്ഥാനത്താണ്. അപ്പൊ മാനവ വികസന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്ര? 134. സ്വിറ്റ്സർലൻഡ് ആണ് 1ാം സ്ഥാനത്ത്. ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സ് 2000 1ാം സ്ഥാനം കുറേ രാജ്യങ്ങളുണ്ട്. ഫ്രാൻസ്, ഇറ്റലി, ജർമ്മനി, ജപ്പാൻ, സിംഗപ്പൂർ, സ്പെയിൻ, ഇതൊക്കെ പാസ്പോർട്ട് ഇൻഡെക്സ് 2024 ഇതുണ്ട്. അടുത്ത നോക്കാം. പാസ്പോർട്ട് 85ാം സ്ഥാനത്താണ് ഇന്ത്യ കിടക്കുന്നത്. 85ാം സ്ഥാനത്ത്. 2023 1ാം സ്ഥാനം ജപ്പാനായിരുന്നു. ഇന്ത്യക്ക് 80ാം സ്ഥാനമായിരുന്നു. പക്ഷെ 24 കുറെ രാജ്യങ്ങൾ 1ാം സ്ഥാനത്ത് വന്നു. അന്ന് പഠിച്ചു വെച്ചിരിക്കണേ. അടുത്തത് 2023 ലോക റാങ്കിംഗ് ലോജിസ്റ്റിക് പെർഫോമൻസ് സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 38. ലോജിസ്റ്റിക് പെർഫോമൻസ് സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്ര? 38. 2023 ഗ്ലോബൽ ഇന്നൊവേഷൻ ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണെന്ന് ചോദിച്ചാൽ 40 ആണ്. 1ാം സ്ഥാനം സ്വിറ്റ്സർലൻഡ്. ഇതൊക്കെ 2-3 വട്ടം റിവിഷൻ നടത്തുമ്പോഴേ പെർഫെക്റ്റ് ആവത്തുള്ളൂ നിങ്ങൾക്ക്. ഗ്ലോബൽ ഇന്നൊവേഷൻ ഇൻഡെക്സിൽ 40ാം സ്ഥാനം, ഇന്ത്യയുടെ സ്ഥാനം സ്വിറ്റ്സർലൻഡ്. 2023 കാലാവസ്ഥാ വ്യതിയാന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 8 ആണ്. കാലാവസ്ഥാ വ്യതിയാന സൂചികയിൽ 2023 ഗ്ലോബൽ ടെററിസം ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം 13ാം സ്ഥാനത്താണ്. ടെററിസം ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 13. 1ാം സ്ഥാനം അഫ്ഗാനിസ്ഥാൻകാർക്കാണ്. 2023 ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സ് പട്ടിണി സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 111. 1ാം സ്ഥാനം ബെലാറസ് ആണ്. 1ാം സ്ഥാനം ബെലാറസ്. 2023 കറക്ഷൻ പ്രിസെപ്ഷൻ ഇൻഡെക്സിൽ ഏറ്റവും അഴിമതി കുറഞ്ഞ രാജ്യം ഡെൻമാർക്കാണ്. ഇന്ത്യ 93ാം സ്ഥാനത്തേ ഉള്ളൂ. ഇന്ത്യ 93ാം സ്ഥാനത്ത്. ഒരുവിധം പ്രധാനപ്പെട്ടൊക്കെ ഞാൻ നോക്കിയിട്ട് എഴുതി തന്നിട്ടുണ്ട്. ഏറ്റവും അഴിമതി കൂടിയ രാജ്യം സൊമാലിയ. ഇതും കൂടെ നോക്കിയാൽ ഗ്ലോബൽ ടാലന്റ് കോമ്പറ്റേറ്റീവ് ഇൻഡെക്സ് 2023 1ാം സ്ഥാനം സ്വിറ്റ്സർലൻഡും, ഇന്ത്യ 103ാം സ്ഥാനത്തേ ഉള്ളൂ. ഇതൊരു ഏറ്റവും പ്രധാനപ്പെട്ട കുറേ നോക്കിയാൽ ഇൻഡെക്സുകളുണ്ട്. അതിൽ എനിക്ക് തോന്നിയതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് നോക്കിയാണ് നിങ്ങൾക്ക് എഴുതി തന്നിരിക്കുന്നത്. ഗ്ലോബൽ ജെൻഡർ ഗ്യാപ്പിൽ ഇൻഡെക്സിൽ 1ാം സ്ഥാനം ഐസ്ലൻഡ്, ഇന്ത്യക്ക് 127ാം സ്ഥാനമാണ്. 1ാം സ്ഥാനം ഐസ്ലൻഡ്. ആഗോള സമാധാന സൂചികയിൽ 1ാം സ്ഥാനം ഐസ്ലാൻഡ്, ഇന്ത്യക്ക് 126ാം സ്ഥാനമാണ്. ഏറ്റവും അവസാനം അഫ്ഗാനിസ്ഥാൻകാർക്കാണ് ആഗോള സമാധാന സൂചികയിൽ.
ലൈഫ് സ്റ്റൈൽ ഇൻഡെക്സ് 2023 ഏറ്റവും ജീവിത ചിലവേറിയ നഗരം എന്നറിയപ്പെടുന്നത് സിംഗപ്പൂരാണ്. ഏറ്റവും ജീവിത ചിലവേറിയ നഗരം ഏതാ? സിംഗപ്പൂരാണ്. ആഗോള മത്സരക്ഷമതാ സൂചികയിൽ 1-ാം സ്ഥാനം ഡെൻമാർക്ക്, ഇന്ത്യക്ക് 40-ാം സ്ഥാനമാണ് 2023 മത്സരക്ഷമതാ സൂചികയിൽ. ഓക്കെ, രാജ്യത്തെ മികച്ച കോളേജുകളെയും സർവകലാശാലയും കണ്ടെത്തുന്നതിനായി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ റാങ്കിംഗ് ഫ്രെയിം വർക്കിൽ ഓവറോൾ റാങ്കിങ്ങിൽ ഒന്നാമതെത്തിയത് IIT മദ്രാസ് വന്നു. ഇന്ത്യയിലെ വെച്ച് നോക്കുമ്പോൾ IIT മദ്രാസ്. നമ്മുടെ കേരള യൂണിവേഴ്സിറ്റിക്ക് 47-ാം സ്ഥാനമുണ്ട്. കേരളത്തിൽ നിന്ന് ഒരു യൂണിവേഴ്സിറ്റി വന്നത് 47-ാം സ്ഥാനം. 1-ാം സ്ഥാനം വന്ന യൂണിവേഴ്സിറ്റി IIT മദ്രാസ് ആണ്. അത്രയും ഓർത്ത് വെച്ചിരിക്കണേ. അതൊക്കെ നല്ല ചോദ്യങ്ങളാണ്. അപ്പം ഓക്കെ, അപ്പം അത് കുറേ റിവിഷൻ നടത്തിയെങ്കിൽ അത് കാണാതെ പഠിപ്പിച്ചെടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾ ഒരു 3 5 വീതം ഒന്ന് പലതവണ ഓർത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒന്ന് പഠിക്കുക കേട്ടോ. അടുത്തത് മലയാളത്തിൽ ആത്മകഥകൾ ചോദിക്കാം. ഹൃദയരാഗങ്ങൾ, ജോർജ് ഓണക്കൂറിന്റെ ആത്മകഥയുടെ പേരെന്താണ്? കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡൊക്കെ അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. ജോർജ് ഓണക്കൂറിന്റെ ആത്മകഥയുടെ പേരെന്താ? ഹൃദയരാഗങ്ങൾ. ജീവിതം ഒരു പെൻഡുലം, ഏതാ? ശ്രീകുമാരൻ തമ്പിയുടെ. വയലാർ അവാർഡ് കിട്ടിയില്ലായിരുന്നു 2024 വയലാർ അവാർഡ് ശ്രീകുമാരൻ തമ്പിയുടെ ഏത് കൃതിക്കാണ്? ജീവിതം ഒരു പെൻഡുലമാണ്. പോക്കുവെയിൽ മണ്ണിൽ എഴുതിയത് ONV കുറുപ്പിന്റെ ആത്മകഥയാ. പോക്കുവെയിൽ മണ്ണിൽ എഴുതിയത് ആരുടെ ആത്മകഥ? ONV കുറുപ്പിന്റെ ആത്മകഥ. തിളച്ച മണ്ണിൽ കാൽനടയായി പുതുശ്ശേരി രാമചന്ദ്രന്റെ. തിളച്ച മണ്ണിൽ കാൽനടയായ ആരുടെ? പുതുശ്ശേരി രാമചന്ദ്രന്റെയാണ്. കഴിഞ്ഞ കാലം KP കേശവ മേനോന്റെ. കഴിഞ്ഞ കാലം ആരുടെയാ? KP കേശവ മേനോൻ. കേരളത്തിന്റെ വന്ധ്യവയോധികൻ എന്നും കേരളത്തിൽ ഹോം റൂൾ സൊസൈറ്റിയുടെ ശാഖ തുറന്നതാരെന്നൊക്കെ ചോദിച്ചാലും മാതൃഭൂമി പത്രം സ്ഥാപിച്ചതാരെന്നൊക്കെ ചോദിച്ചാൽ KP കേശവ മേനോൻ. അപ്പൊ ഹൃദയരാഗങ്ങൾ ജോർജ് ഓണക്കൂർ, ജീവിതം ഒരു പെൻഡുലം ശ്രീകുമാരൻ തമ്പി, പോക്കുവെയിൽ മണ്ണിൽ എഴുതിയത് ONV കുറുപ്പ്. ONV കുറുപ്പിന് ജ്ഞാനപീഠം ലഭിച്ചത് 2007 ആണ്, 2008 അല്ല 2007 ആണ്. ഓക്കെ, പോക്കുവെയിൽ മണ്ണിൽ എഴുതിയത് ONV കുറുപ്പ്. കഴിഞ്ഞ കാലം ആരുടെ ആയിരുന്നടെ? KP കേശവ മേനോന്റെ കഴിഞ്ഞ കാലം എന്ന് വിളിക്കുന്നത്. അതുമൊക്കെ കൊഴിഞ്ഞ ഇലകൾ കേരളത്തിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയായ ജോസഫ് മുണ്ടശ്ശേരിയുടെ. അപ്പൊ കൊഴിഞ്ഞ ഇലകൾ ആരുടെയാണ്? ജോസഫ് മുണ്ടശ്ശേരിയുടെ. കേരളത്തിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയും സഹകരണ മന്ത്രിയും ജോസഫ് മുണ്ടശ്ശേരിയാണ്. 1971 വന്ന കുസാറ്റ് സർവകലാശാലയുടെ ആദ്യത്തെ വൈസ് ചാൻസലർ കുസാറ്റ് സർവകലാശാലയുടെയും ജോസഫ് മുണ്ടശ്ശേരി തന്നെയാണ്. അപ്പൊ കൊഴിഞ്ഞ ഇലകൾ അദ്ദേഹത്തിന്റെയാണ്. കണ്ണീരും കിനാവും നമുക്കറിയാം VT ഭട്ടത്തിരിപ്പാട്. സർവീസ് സ്റ്റോറി കണ്ടോ? മലയാറ്റൂറിന്റെയാണ് സർവീസ് സ്റ്റോറി. 2 ആത്മകഥയുണ്ട് അദ്ദേഹത്തിന്. സർവീസ് സ്റ്റോറിയും എൻ്റെ IAS ദിനങ്ങളും മലയാറ്റൂരിന്റെ 2-3 കൃതികൾ പറയട്ടെ. വേരുകൾ, യന്ത്രം, യക്ഷി, നെട്ടൂർ മഠം. വേരുകൾ, യന്ത്രം, യക്ഷി, നെട്ടൂർ മഠം ഇതൊക്കെ മലയാറ്റൂരിന്റെ. വേരുകളുടെ നായകനെ ചോദിച്ചിട്ടുണ്ട്. രഘു, അമ്മാലു എന്നീ കഥാപാത്രങ്ങൾ വേരുകളിലെയായിരുന്നു. ഓർത്ത്. അപ്പം മലയാറ്റൂരിന്റെ ആത്മകഥ ഏതാ? സർവീസ് സ്റ്റോറി. അരങ്ങു കാണാത്ത നടൻ തിക്കൊടിയൻ കേട്ടോ. കുഞ്ഞനന്തൻ നായർ എന്നാണ് യഥാർത്ഥ നാമം. അരങ്ങു കാണാത്ത നടൻ, അദ്ദേഹത്തിന്റെ ആത്മകഥയാണ് തിക്കൊടിയൻ. ഒളിവിലെ ഓർമ്മകൾ തോപ്പിൽ ഫാസിയുടെയാണ്. ഒളിവിലെ ഓർമ്മകൾ തോപ്പിൽ ഫാസി. അദ്ദേഹത്തിന്റെ ഒരു നാടകം പറഞ്ഞേ, അശ്വമേധം അല്ലെ? അശ്വമേധം അദ്ദേഹത്തിന്റെ നാടകമല്ലേ? തലയ്ക്കുമീതെ ശൂന്യാകാശം, ആ പാട്ടുള്ള അല്ലേ? അത് അശ്വമേധത്തിലെ അല്ലെ? അല്ലാതെ അശ്വമേധം നമ്മുടെ വയലാറിന്റെ ഒരു കവിതയിൽ പറയുന്നുണ്ട് അശ്വമേധം അല്ലെ? ആരൊരാളൻ കുതിരയെ കെട്ടുവാൻ, അത് കവിത. ഇത് നാടകം അശ്വമേധം. അത് തോപ്പിൽ ഫാസിയുടെ ആത്മകഥയുടെ പേര് പറഞ്ഞേ, ഒളിവിലെ ഓർമ്മകളാണ് തോപ്പിൽ ഫാസിയുടെ. ഭാസ്കര പിള്ള എന്നാണ് അദ്ദേഹത്തിന്റെ യഥാർത്ഥ നാമം പറയേണ്ടത്. ഓർമ്മയുടെ അറകൾ വൈക്കം മുഹമ്മദ് ബഷീറാണ്. ഓർമ്മയുടെ അറകൾ ആരുടെയാണ്? വൈക്കം മുഹമ്മദ് ബഷീർ. കോട്ടയം ജില്ലയിലെ തലയോലപ്പറമ്പിലാണ് അദ്ദേഹം ജനിച്ചത്. ഓർമ്മയുടെ അറകൾ വൈക്കം മുഹമ്മദ് ബഷീർ. ഓർമ്മയുടെ തീരങ്ങളിലും എൻ്റെ വക്കീൽ ജീവിതവും. തകഴിക്ക് 2 ആത്മകഥയുണ്ട്. ഓർമ്മയുടെ തീരങ്ങളിലും എൻ്റെ വക്കീൽ ജീവിതവും. പുന്നപ്ര വയലാർ സമരത്തെ ആസ്പദമാക്കി തകഴി എഴുതിയ നോവലല്ലേ തലയോട് എന്ന് പറയുന്നത്? ആണ് തകഴി എഴുതിയത്. തകഴിയുടെയാണ് മലയാളത്തിലെ ഏറ്റവും വലിയ 2ാമത്തെ നോവൽ. മലയാളത്തിലെ ഏറ്റവും വലിയ 2ാമത്തെ നോവൽ തകഴിയുടെ കയറ. ഏറ്റവും വലിയ നോവൽ നിങ്ങൾക്കറിയാം വിലാസിനിയുടെ അവകാശികളാണെന്ന്. ഏറ്റവും വലിയ 2ാമത്തെ നോവൽ തകഴിയുടെ കയറാണ്. എൻ്റെ കാവ്യലോക സ്മരണകൾ വൈലോപ്പള്ളിയുടെയാണ്. എൻ്റെ കാവ്യലോക സ്മരണകൾ. കാച്ചിക്കുറുക്കിയ കവിതകളുടെ കർത്താവ് എന്ന് വിളിക്കുന്നത് വൈലോപ്പള്ളിയല്ലേ? ആണ്. എൻ്റെ വഴിയമ്പലങ്ങൾ SK പൊറ്റക്കാടിന്റെ. കോഴിക്കോടിന്റെ കഥാകാരൻ എന്നല്ലേ SK പൊറ്റക്കാടിനെ വിളിക്കുന്നത്? എൻ്റെ വഴിയമ്പലങ്ങൾ. ഒരു ദേശത്തിന്റെ കഥ, ഒരു തെരുവിന്റെ കഥ, കബീന, വിഷകന്യക,
നൈൽ ഡയറി, പാതിരാ സൂര്യന്റെ നാട്, ഇതൊക്കെ ആരുടെയാ? എസ്.കെ. പൊറ്റക്കാടിന്റെ. ജ്ഞാനപീഠം ലഭിച്ച വർഷം എന്ന എസ്.കെ. പൊറ്റക്കാടിന് 80-ലാണ് ജ്ഞാനപീഠം. കോഴിക്കോടിന്റെ കഥാകാരനാണ്. അദ്ദേഹത്തിന്റെ ആത്മകഥ എന്റെ വഴിയമ്പലങ്ങൾ. എന്റെ കഥ മാധവിക്കുട്ടിയുടെയാണ്. എന്റെ കഥ ഏതാണ്? മാധവിക്കുട്ടി. 2 എണ്ണം ഉണ്ട് അവർക്ക്. നീർമാതളം പൂത്തകാലവും അവരുടെ ഒരു ആത്മകഥാപരമായ ഒരു ബുക്കാണ് മാധവിക്കുട്ടിയുടെ, അഥവാ കമലാ സുരയ്യ എന്ന് വിളിക്കും കേട്ടോ. എന്റെ ജീവിത കഥ A.K. ഗോപാലൻ. നേരത്തെ നമ്മൾ പഠിച്ചു A.K. ഗോപാലൻ. എന്റെ ജീവിത സ്മരണകൾ മന്നത്ത് പത്മനാഭന്റെ ആത്മകഥ പഠിച്ചു നോക്കണേ. എന്റെ ജീവിത സ്മരണകൾ മന്നത്ത് പത്മനാഭൻ. എന്റെ ബാല്യകാല സ്മരണകൾ C. അച്യുതമേനോന്റെയാണ്. എന്റെ ബാല്യകാല സ്മരണകൾ ആരുടെ? C. അച്യുതമേനോൻ. 5 വർഷം തികച്ചു ഭരിച്ച കേരളത്തിലെ ആദ്യ മുഖ്യമന്ത്രി, കേരളത്തിലെ ആദ്യ ധനകാര്യമന്ത്രി, കേരളത്തിലെ ആദ്യ ബജറ്റ് അവതരിപ്പിച്ചത്, ഇതൊക്കെ ആരാ? C. അച്യുതമേനോൻ. അദ്ദേഹത്തിന്റെ ആത്മകഥ എന്റെ ജീവിത സ്മരണകൾ. അപ്പം എന്റെ ജീവിത കഥ AKG, എന്റെ ജീവിത സ്മരണകൾ മന്നത്ത് പത്മനാഭൻ, എന്റെ ബാല്യകാല സ്മരണകൾ C. അച്യുതമേനോൻ. കവിയുടെ കാൽപ്പാടുകൾ P. കുഞ്ഞിരാമൻ നായരുടെയാണ്. കുഞ്ഞിരാമൻ നായരുടെയാണ് കവിയുടെ കാൽപ്പാടുകൾ. ജീവിത സമരം P. കേശവന്റെയാണ്. C. കേശവൻ. ജീവിത സമരം ആരുടെയാണ്? C. കേശവൻ. എവിടെയാ C. കേശവനെ പഠിച്ചത്? 1932 നിവർത്തന പ്രക്ഷോഭത്തിന്റെ നേതാവ് C. കേശവനല്ലേ ആണ്. 32 നിവർത്തന പ്രക്ഷോഭത്തിന്റെ നേതാവും 47 പാലിയം സത്യാഗ്രഹത്തിന്റെ നേതാവും C. കേശവനല്ലേ ആണ്. നിവർത്തന പ്രക്ഷോഭത്തെ തുടർന്ന് അദ്ദേഹം നടത്തിയ പ്രസംഗമല്ലേ കോഴഞ്ചേരി പ്രസംഗം 35. അപ്പൊ നിവർത്തന പ്രക്ഷോഭം 32-ലും അതിനെ തുടർന്ന് 35-ൽ കോഴഞ്ചേരി പ്രസംഗം ആരുടെയാ? C. കേശവന്റെ. അദ്ദേഹം 2 പ്രസംഗങ്ങളുണ്ട്. പ്രശസ്തമായ കോഴഞ്ചേരി പ്രസംഗവും പ്രശസ്തമായ മുതുകുളം അല്ല ഭഗവാൻ കാറൽ മാക്സ് പ്രസംഗവും. മുതുകുളം പ്രസംഗം നടത്തിയത് മന്നത്ത് പത്മനാഭനാണ് കേട്ടോ. അപ്പൊ C. കേശവന്റെ ആത്മകഥയുടെ പേരതാണ് ജീവിത സമരം. എവിടെ ജനിച്ചത് അദ്ദേഹം? കൊല്ലം ജില്ലയുടെ മയ്യനാടുകാരനാണ് C. കേശവൻ. അപ്പൊ അദ്ദേഹത്തിന്റെ 2 സത്യാഗ്രഹങ്ങൾ പറഞ്ഞ്, ഒന്ന് 32-ലെ നിവർത്തന പ്രക്ഷോഭവും, 2 47-ലെ പാലിയം സത്യാഗ്രഹവും. അദ്ദേഹത്തിന്റെ 2 പ്രസംഗങ്ങൾ പറഞ്ഞ്, ഒന്ന് 35-ലെ കോഴഞ്ചേരി പ്രസംഗവും, മറ്റേത് ഭഗവാൻ കാറൽ മാക്സ് പ്രസംഗവും കേട്ടോ. മുതുകുളം പ്രസംഗം മന്നത്ത് പത്മനാഭനാണ്. അടുത്ത നോക്ക്, എതിർപ്പ് P. കേശവദേവിന്റെ. P. കേശവദേവിന്റെ ആത്മകഥയുടെ പേര് എതിർപ്പ്. പ്രധാന ഒരു കൃതിയുടെ പേര് പറയട്ടെ. ഓടയിൽ നിന്ന്. ഓടയിൽ നിന്ന് P. കേശവദേവിന്റെ അല്ലേ എതിർപ്പ്. കിളിക്കാലം P. വത്സലയുടെയാണ്. കിളികാലം ആരുടെയാണ്? P. വത്സല. നെല്ല് അവരുടെ പ്രശസ്ത കൃതിയല്ലേ. നെല്ല് അവരുടെ പ്രശസ്ത കൃതിയാണ് P. വത്സലയുടേത്. ഓക്കെ, അടുത്തത് ഭൂപടത്തിലെ സാങ്കല്പിക രേഖകളെ കുറിച്ച് പറയാം. ഐസോബാർസ്. ഭൂപടത്തിൽ ഒരേ മർദ്ദമുള്ള സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങളെ എന്ത് വിളിക്കാണ്? ഐസോബാർസ് എന്ന് വിളിക്കാം. ഒരേ മർദ്ദമുള്ള സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നത്. ഐസോതേംസ്. തുല്യ ഊഷ്മാവ് അനുഭവപ്പെടുന്ന സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നത് ഐസോതേംസ്. ഐസോഹെൽസ്. തുല്യ അളവിൽ സൂര്യപ്രകാശം ലഭിക്കുന്ന സ്ഥലങ്ങൾ. അപ്പൊ ഐസോബാർസ് ആകുമ്പോൾ ഭൂപടത്തിൽ ഒരേ മർദ്ദമുള്ള സ്ഥലങ്ങളെ ഐസോബാർസ്. ഐസോതേംസ് തുല്യ ഊഷ്മാവ് അനുഭവപ്പെടുന്ന സ്ഥലങ്ങൾ. ഐസോഹെൽസ് തുല്യ അളവിൽ സൂര്യപ്രകാശം ലഭിക്കുന്ന സ്ഥലങ്ങൾ. അടുത്തത് ഐസോഹൈറ്റ്സ്. ഒരേ തരത്തിൽ മഴ ലഭിക്കുന്ന സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നത് ഐസോഹൈറ്റ്സ് ആണ്. ഐസോഹാലൈനുകൾ. ഒരേ അളവിൽ ഉപ്പുരസമുള്ള മേഖലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നത് ഐസോഹാലൈനുകൾ. അപ്പൊ ഐസോഹൈറ്റ്സ് ആകുമ്പം ഏതാണ്? മഴ തുല്യ അളവിൽ ലഭിക്കുന്ന സ്ഥലങ്ങൾ. ഐസോഹാലൈനുകൾ ആരാണ്? ഒരേ അളവിൽ ഉപ്പുരസമുള്ള മേഖലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നത്. ഐസോറൈമുകൾ. തുല്യ മൂടൽ മഞ്ഞുള്ള മേഖലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നത്. തുല്യ മൂടൽ മഞ്ഞുള്ള മേഖലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നത് ഐസോറൈമുകളാണ്. ഐസോബാത്സ്. സമുദ്രത്തിൽ ഒരേ ആഴമുള്ള പ്രദേശങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നത്. സമുദ്രത്തിൽ ഒരേ ആഴമുള്ള പ്രദേശങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നത് ഐസോബാത്സ്. ഐസോടാക്കുകൾ. കാറ്റിന് ഒരേ വേഗതയുള്ള പ്രദേശങ്ങളെ കൂട്ടിയോജിപ്പിക്കുന്നത്. കാറ്റിന് ഒരേ വേഗതയുള്ള പ്രദേശങ്ങളെ കൂട്ടിയോജിപ്പിക്കുന്നത് ഐസോടാക്കുകൾ. അപ്പൊ ഐസോറൈമുകൾ തുല്യ മൂടൽമഞ്ഞ്. ആ വേർഡ് മാത്രം എടുത്ത് പഠിച്ചാലും മതി. ഐസോറൈമ തുല്യ മൂടൽമഞ്ഞ്. ഐസോബാത്സ് ഏറ്റവും ആഴമുള്ള പ്രദേശങ്ങളെ തമ്മിൽ. ഐസോടാക്ക് കാറ്റുകളെ തമ്മിൽ വേഗത. അതൊക്കെ ഒന്ന് പഠിച്ചു വെച്ചിരിക്കണേ. കോണ്ടൂർ രേഖ നിങ്ങൾക്ക് ഇതായിരിക്കും വരുന്നത്. സമുദ്രനിരപ്പിൽ നിന്നും തുല്യ ഉയരമുള്ള സ്ഥലങ്ങളെ തമ്മിൽ യോജിപ്പിക്കുക. സമുദ്രനിരപ്പിൽ നിന്നാണ് തുല്യ ഉയരമുള്ള സ്ഥലങ്ങളെ തമ്മിൽ യോജിപ്പിക്കുന്ന വരയ്ക്കുന്ന രേഖ ഏതാണ്? കോണ്ടൂർ രേഖകൾ എന്ന് വിളിക്കുന്നു. അടുത്തത് ഗഗൻയാൻ പദ്ധതി. നമുക്ക് ഗഗൻയാനും ആദിത്യ L1 പദ്ധതിയും നമുക്ക് നോക്കാം. ഗഗൻയാൻ പദ്ധതി പ്രഖ്യാപിച്ചത് 2018 ഓഗസ്റ്റ് 15 തന്നെ പ്രഖ്യാപിച്ചായിരുന്നു അല്ലെ. ഇന്ത്യൻ മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കുന്ന ISROയുടെ പദ്ധതിയുടെ പേരല്ലിയുടെ ഗഗൻയാൻ. ഇതിന് നേതൃത്വം കൊടുത്തത് ഡോക്ടർ S. ഉണ്ണികൃഷ്ണൻ നായരായിരുന്നു.
ആയിരുന്നു. നേതൃത്വം കൊടുത്തതാരാ? ഉണ്ണികൃഷ്ണൻ. VSSCയുടെ ഡയറക്ടർ അല്ലേ ഉണ്ണികൃഷ്ണൻ നായർ, വിക്രം സാരാഭായ്. അപ്പൊ നേതൃത്വം കൊടുത്തത് അദ്ദേഹമായിരുന്നു. ഗ്രൂപ്പ് ക്യാപ്റ്റനായി തെരഞ്ഞെടുക്കപ്പെട്ട ഒരു മലയാളി ഉണ്ട്, പ്രശാന്ത് ബാലകൃഷ്ണൻ. ഗ്രൂപ്പ് ക്യാപ്റ്റനായി തെരഞ്ഞെടുത്ത മലയാളി പ്രശാന്ത് ബാലകൃഷ്ണൻ, പാലക്കാട് നെന്മാറ സ്വദേശിയായിരുന്നു. ISRO രൂപകൽപ്പന ചെയ്ത ഒരു ഹ്യൂമനോയിഡ് റോബോട്ട് ഉണ്ട്, ആദ്യം ഇവരെയാണ് വിടുന്നത്. വ്യോമമിത്ര എന്ന് പറയുന്നതാണ് ഹ്യൂമനോയിഡ് റോബോട്ടിന്റെ പേര്. വ്യോമമിത്ര വികസിപ്പിച്ചെടുത്ത സ്ഥാപനം ISROയുടെ ഇനിഷ്യൽ സിസ്റ്റംസ് യൂണിറ്റ് വട്ടിയൂർക്കാവ്, നമ്മുടെ കേരളത്തിൽ തന്നെയാണ് ഈ വ്യോമമിത്ര എന്ന റോബോട്ടിനെ രൂപകൽപ്പന ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പൊ ഗ്രൂപ്പ് ക്യാപ്റ്റനായ മലയാളി ആരാണ്? പ്രശാന്ത് ബാലകൃഷ്ണൻ. ആരംഭകാലത്ത് നേതൃത്വം നൽകിയത് ഒരു മലയാളി ശാസ്ത്രജ്ഞ VR ലളിതാംബിക. ആരായിരുന്നു? VR ലളിതാംബിക. പ്രോജക്ട് ഡയറക്ടർ R ഹട്ടൻ. ഗഗൻയാന്റെ പ്രോജക്ട് ഡയറക്ടർ R ഹട്ടൻ. വിക്ഷേപണ വാഹനമായ GSLV മാർക്ക് 111 വിക്ഷേപിച്ച ദ്രവ എഞ്ചിൻ വികാസ് ആണ്. വിക്ഷേപണ വാഹനമാണ് GSLV മാർക്ക് 111 വികാസ് ആണ് ഇതിൽ ദ്രവ എഞ്ചിന്റെ പേര്. സഹകരിക്കുന്ന രാജ്യങ്ങൾ, ഗഗൻയാനുമായിട്ട് സഹകരിച്ച രാജ്യങ്ങൾ റഷ്യയും ഫ്രാൻസുമാണ്. ഏതാണ്? റഷ്യയും ഫ്രാൻസുമാണ് സഹകരിച്ച രാജ്യങ്ങൾ. ഗഗൻയാൻ യാത്രയ്ക്ക് പ്രധാനമായിട്ടും ദൗത്യത്തിന് ഭാഗമാകുന്ന ഒരു യാത്രികനാണ് പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ, അജിത് കൃഷ്ണൻ, അങ്കദ് പ്രതാപ്, ശുഭാംശു ശുക്ല. ഇത്രയും പേരാണ് ഗഗൻയാൻ ദൗത്യത്തിന്റെ ഭാഗമാകുന്ന യാത്രികരാരൊക്കെ. മലയാളിയായ പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ, അജിത് കൃഷ്ണൻ, അങ്കദ് പ്രതാപ്, ശുഭാംശു ശുക്ല. ഓർത്തു വെച്ചിരിക്കണേ. അടുത്ത ആദിത്യ L1 ഗഗൻയാൻ പഠിച്ചപ്പോൾ അതും കൂടാതെ അങ്ങ് പഠിച്ചേരെ. സൂര്യനെ ചുറ്റുമുള്ള ബാഹ്യവലയങ്ങളെ കുറിച്ച് പഠിക്കാനുള്ള ഇന്ത്യയുടെ ആദ്യത്തെ സൗരദൗത്യം. സൂര്യനെ ചുറ്റുമുള്ള ബാഹ്യവലയങ്ങളെ കുറിച്ച് പഠിക്കാനുള്ള ഇന്ത്യയുടെ ആദ്യത്തെ സൗരദൗത്യം ഏതാ? ആദിത്യ L1. ആദിത്യ L1 വിക്ഷേപിച്ചതെന്ന 2023 സെപ്റ്റംബർ 2 വിക്ഷേപിച്ചു. 2023 സെപ്റ്റംബർ 2 വിക്ഷേപിച്ച വാഹനം ഏതാ? PSLV C-57. PSLV C-57ലാണ് വിക്ഷേപിക്കുന്നത്. അടുത്തൊക്കെ വിക്ഷേപണ സ്ഥലം ഏതാ? സതീഷ് ധവാൻ സ്പേസ് സെന്റർ, ശ്രീഹരിക്കോട്ട. സൂര്യന്റെ പുറം ഭാഗത്തെ താപവ്യതിയാനവും സൗര കൊടുങ്കാറ്റിന്റെ ഫലങ്ങളും കണ്ടെത്തുകയാണ് ദൗത്യത്തിന്റെ ലക്ഷ്യം. സൂര്യന്റെ പുറം ഭാഗത്തെ താപവ്യതിയാനവും സൗര കൊടുങ്കാറ്റിന്റെ ഫലങ്ങളും കണ്ടെത്തുകയാണ് ദൗത്യത്തിന്റെ ലക്ഷ്യം. ഭൂമിയിൽ നിന്നും 15 ലക്ഷം കിലോമീറ്റർ അകലെയുള്ള ലഗ്രാഞ്ച് പോയിന്റ് മറന്നുപോരുത്, ഇത് ചുറ്റുമുള്ള ഭ്രമണപഥത്തിലേക്കാണ് പേടകം സ്ഥാപിക്കുന്നത്. ഓൺ ബോർഡ് പ്രൊപ്പൽഷൻ എന്ന പ്രക്രിയയിലൂടെയാണ് പേടകത്തെ ഗുരുത്വാകർഷണത്തിന് പുറത്തേക്ക് എത്തിക്കുന്നത്. ഈ വരികൾ തെറ്റിപ്പോരുത്. ഭൂമിയിൽ നിന്ന് 15 ലക്ഷം കിലോമീറ്റർ അകലെയുള്ള ലഗ്രാഞ്ച് പോയിന്റ് ചുറ്റുമുള്ള ഭ്രമണപഥത്തിലാണ് പേടകം സ്ഥാപിക്കുന്നത്. ഓൺ ബോർഡ് പ്രൊപ്പൽഷൻ എന്ന പ്രക്രിയയിലൂടെയാണ് പേടകത്തെ ഗുരുത്വാകർഷണത്തിന് പുറത്തേക്ക് എത്തിക്കുന്നത്. ആദിത്യ L1 ലക്ഷ്യസ്ഥാനമായ ലഗ്രാഞ്ച് പോയിന്റിലെ ഹെയിലോ ഭ്രമണപഥത്തിൽ എത്തിയത് 2024 ജനുവരി 6 ആദിത്യ L1 പ്രോജക്ട് ഡയറക്ടർ നിഗൻ ഷാജി, തമിഴ്നാടുകാരനായ നിഗൻ ഷാജിയും L1 മിഷൻ ഡയറക്ടർ SR ബിജു ആണ്. മിഷൻ ഡയറക്ടർ ആരാണ്? SR ബിജു. ഇനിയാണ് വെരി ഇമ്പോർട്ടൻറ്റ് ഒരു ചോദ്യം. ഇതിൻ്റെ പേലോഡുകൾ ഒന്ന് പഠിച്ചു വെച്ചേരെ. LDക്കൊക്കെ ചിലപ്പം ചോദിച്ചാൽ പേര് പഠിച്ചാലും മതി. വിസിബിൾ എമിഷൻ ലൈൻ കൊറോണോഗ്രാഫ് ഒന്നാമത്തെ പേലോഡ്. സൂര്യൻ്റെ ബാക്കി വലയമായ കൊറോണയെക്കുറിച്ച് പഠിക്കാൻ രൂപകൽപ്പന ചെയ്തതും മലയാളിയായ ഡോക്ടർ അന്നപൂർണ സുബ്രഹ്മണ്യത്തിൻ്റെ നേതൃത്വത്തിലായിരുന്നു ഒന്നാമത്തെ പേലോഡ് പോയത്. ഒന്ന് വായിച്ചു വിടുക കേട്ടോ. ബാംഗ്ലൂർ ആസ്ഥാനമായ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആസ്ട്രോഫിസിക്സ് ആണ് ഈ പേലോഡ് വികസിപ്പിച്ചെടുത്തത്. രണ്ടാമത്തെ നോക്കാം. സോളാർ അൾട്രാവയലറ്റ് ഇമേജിംഗ് ടെലസ്കോപ്പ്. സൗരവികരണ വ്യതിയാനങ്ങൾ അളക്കാനും ഫോട്ടോസ്ഫിയർ, ക്രോമോസ്ഫിയർ എന്നിവയുടെ ചിത്രങ്ങൾ എടുക്കാനായി രൂപകൽപ്പന ചെയ്തതാണ് രണ്ടാമത്തെ പേലോഡ്. സോളാർ ലോ എനർജി എക്സ്റേ സ്പെക്ട്രോമീറ്റർ ആൻഡ് ഹൈ എനർജി L1 ഓർബിറ്റിംഗ് എക്സ്റേ സ്പെക്ട്രോമീറ്റർ. സൂര്യന്റെ എക്സ്റേ കിരണങ്ങളെ കുറിച്ചുള്ള പഠനത്തിന് രൂപകൽപ്പന ചെയ്തത്. ആദിത്യ സോളാർ വിൻഡ് പാർട്ടിക്കിൾ എക്സ്പെരിമെന്റ് ആൻഡ് പ്ലാസ്മ അനലൈസർ പാക്കേജ് ഫോർ ആദിത്യ സോളാർ വിൻഡ് പാർട്ടിക്കിൾ എക്സ്പെരിമെന്റിന്റെ ഭാഗമായ സോളാർ വിൻഡ് അയൺ സ്പെക്ട്രോമീറ്റർ എന്ന ഉപകരണമാണ് ആദ്യം പ്രവർത്തിച്ചു തുടങ്ങിയത്. അടുത്തത് ഡിജിറ്റൽ മാഗ്നോമീറ്റർ. സൂര്യന്റെ കാന്തിക വലയത്തെക്കുറിച്ചുള്ള പഠനത്തെ രൂപകൽപ്പന ചെയ്ത്. രണ്ടും തൊട്ടൊന്ന് വായിച്ചു വിട്ടേരെ. ചിലപ്പം നമ്മളെ സ്റ്റേറ്റ്മെന്റിലൊക്കെ പേലോഡിൽ അല്ലാത്തത് ഏത് എന്ന് വന്നാലോ എന്ന് പേടിച്ചാണ് ഞാൻ അതും കൂടെ അങ്ങ് എഴുതിയത്. ചില ഒരു പേലോഡൊന്നും പഠിക്കേണ്ട ഒരു ആവശ്യമില്ല. ഇത് പിന്നെ നമ്മുടെ സാധാ ബുക്കുകളിലൊക്കെ കണ്ടപ്പം പേലോഡിന് ഒരു പരീക്ഷയ്ക്ക് ഞാൻ കണ്ടിട്ടുണ്ട് പേലോഡുകൾ അല്ലാത്തത് ഏത്.
അതുകൊണ്ട് അടുത്ത ഓക്കെ, കേരളത്തിലെ പ്രധാന കലാരൂപങ്ങൾ ഡീപ്പായിട്ട് എഴുതുന്നില്ല, കേരളത്തിലെ പ്രധാന കലാരൂപങ്ങളെ കുറിച്ച് പറയാം. ഏറ്റവും പ്രധാന കലാരൂപം ഏതാ? കഥകളി. കേരളത്തിലെ ഏറ്റവും പ്രധാന കഥകളിയുടെ ആദ്യകാല രൂപം രാമനാട്ടം. കഥകളി ഏത് ഭാഷയിൽ അവതരിപ്പിക്കുന്നത്? മലയാള ഭാഷയിലാണ് കഥകളി അവതരിപ്പിക്കുന്നത്. മറ്റു പേരുകൾ എന്താ? ടോട്ടൽ തിയേറ്റർ എന്നും വെട്ടത്ത് സമ്പ്രദായം എന്നറിയപ്പെടുന്നത് കഥകളിയിലെ ടോട്ടൽ തിയേറ്റർ, വെട്ടത്ത് സമ്പ്രദായം എന്നറിയപ്പെടുന്നത് കഥകളിയാണ്. കഥകളിക്ക് ഉപയോഗിക്കുന്ന സംഗീതം സോപാന സംഗീതമാണ്. കഥകളിയുടെ ആദ്യ ചടങ്ങ് ഏതാ? കേളികൊട്ടാണ്. അപ്പൊ ആദ്യകാല നാമം എന്താണ്? രാമനാട്ടമാണ് ആദ്യകാല നാമം എന്നത്. അവതരണത്തിലെ ആദ്യ ചടങ്ങ് എന്ന് ചോദിച്ചാൽ പുറപ്പാടെ പറയാം. ആദ്യ ചടങ്ങ് കേളികൊട്ടും, അവതരണത്തിലെ ആദ്യ ചടങ്ങ് ഏതാ? പുറപ്പാട്. അവസാന ചടങ്ങ് ധനാശിയാണ്. കഥകളിയുടെ അടിസ്ഥാന ഗ്രന്ഥം ഹസ്തലക്ഷണ ദീപിക. കോലത്തുനാട് ഉദയവർമ്മ രാജയാണ് അത് എഴുതുന്നത്. ഹസ്തലക്ഷണ ദീപിക 24 അടിസ്ഥാന മുദ്രകളെ കുറിച്ചാണ് ഇതിൽ പ്രതിപാദിക്കുന്നത്. ബേസിക് ആയതുകൊണ്ടാണ് അങ്ങ് പറഞ്ഞു പോകുന്നത്. രാമനാട്ടത്തിന്റെ ഉപജ്ഞാതാവ് കൊട്ടാരക്കര തമ്പുരാനും അത് പിന്നെ കഥകളിയായി രൂപപ്പെടുത്തിയത് കോട്ടയം തമ്പുരാനുമാണ്. കഥകളിയായി രൂപപ്പെടുത്തിയത് ആരാണ്? കോട്ടയം തമ്പുരാനായിരുന്നു. അതൊന്ന് പഠിച്ചു വെച്ചിരിക്കണേ. പിന്നെ അടുത്തത് പച്ച, കത്തി, കരി, താടി, മിനുക്ക്, ഇതൊക്കെയാണ് പ്രധാന വേഷങ്ങൾ. പച്ച എന്ന് പറയുന്നത് സാത്വിക വേഷങ്ങളാണ് നായക കഥാപാത്രങ്ങൾ. മിനുക്ക് സ്ത്രീകളെയും മുനിമാരെയൊക്കെ മിനുക്ക് ഉപയോഗിക്കുന്നു. രാക്ഷസന്മാർക്ക് കരി ഉപയോഗിക്കുന്നു. അതുപോലെ പ്രധാനപ്പെട്ട കഥകളി ആചാര്യന്മാരാ കലാമണ്ഡലം രാമൻകുട്ടി, കോട്ടക്കൽ ശിവരാമൻ, മടവൂർ വാസുദേവൻ നായർ, കലാമണ്ഡലം ഗോപി, കലാമണ്ഡലം വാസു, പിഷാരടി, സദനം PV ബാലകൃഷ്ണൻ, സദനമൊക്കെ പഠിച്ചു വെച്ചിരിക്കണേ. കലാമണ്ഡലം ഹൈദരാലി, അദ്ദേഹം കഥകളി സംഗീതം ഒന്ന് എടുത്ത് പഠിക്കണം കേട്ടോ. കഥകളി സംഗീതം. കൂടിയാട്ടം. അടുത്ത രണ്ടാമത്തെ, കൂടിയാട്ടം ഏത് ഭാഷയിലാണ്? സംസ്കൃത ഭാഷയിലാണ് കൂടിയാട്ടം ഉപയോഗിക്കുന്നത്. കൂടിയാട്ടത്തിന് ഉപയോഗിക്കുന്ന വാദ്യം ഏതാ? മിഴാവാണ്. കൂടിയാട്ടത്തിന് ഉപയോഗിക്കുന്ന വാദ്യം മിഴാവാണ്. 41 ദിവസമാണ് കൂടിയാട്ടം അവതരിപ്പിക്കുന്നത്. സംഘടന, കൂടിയാട്ടവും കഥകളിയൊക്കെ പഠിപ്പിക്കുന്ന സംഘടന മാർഗി എന്ന് വിളിക്കും കേട്ടോ. തിരുവനന്തപുരത്ത് കൂടിയാട്ടം, കൂത്ത്, നങ്ങ്യാർ കൂത്ത് ഇതൊക്കെ പരിശീലിപ്പിക്കുന്ന സംഘടനയുടെ പേരതാണ് മാർഗി, തിരുവനന്തപുരം. യുനെസ്കോ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ ആദ്യ കലാരൂപം ഇന്ത്യയിൽ നിന്നും കൂടിയാട്ടം 2 കിട്ടിയിട്ടുള്ളൂ. കൂടിയാട്ടവും മുടിയേറ്റും. 2001 കൂടിയാട്ടത്തിനും 2010 മുടിയേറ്റിനും കിട്ടി അല്ലെ. അപ്പം കൂടിയാട്ടത്തിന് യുനെസ്കോ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ വർഷമെന്ന 2001. കുലപതി, കൂടിയാട്ടത്തിന്റെ കുലപതി എന്ന് വിളിക്കുന്നത് അമ്മന്നൂർ മാധവ ചാക്യാർ. ആരാടെ? അമ്മന്നൂർ മാധവ ചാക്യാർ. നമുക്കൊരു മാണി മാധവ ചാക്യാർ ഇല്ലേ, ഏതാണ്? നാട്യകൽപദ്രുമം എന്ന പ്രശസ്ത കൃതി എഴുതിയതാരാടെ? നാട്യകൽപദ്രുമ എന്ന പ്രശസ്ത കൃതി എഴുതിയതാരാ? മാണി മാധവ ചാക്യാർ. ഇതിന്റെ ആംഗ്യ അഭിനയത്തെ കുറിച്ച് പറയുന്ന കൃതിയാണ് തോലൻ എഴുതിയ ആട്ടപ്രകാരം. മറന്നുപോരുതേ, ആട്ടപ്രകാരം. എനിക്ക് തോന്നുന്നു ഇത് എഴുതിയില്ലെന്ന് തോന്നുന്നു. ആട്ടപ്രകാരം എന്ന കൃതി, അതായത് കൂടിയാട്ടത്തിന്റെ ആംഗ്യങ്ങളെ കുറിച്ച് പറയുന്ന കൃതിയാണ് ആട്ടപ്രകാരം. തോലനാണ് എഴുതിയത്. കൂടിയാട്ടത്തിൽ മലയാളത്തിൽ സംസാരിക്കുന്നത് വിദൂഷകനാണ്. മലയാളത്തിൽ സംസാരിക്കുന്നത് ആരാടെ? വിദൂഷകനാണ്. അടുത്ത മോഹിനിയാട്ടം നോക്കെ. കേരളത്തിന്റെ തനത് നൃത്തരൂപം മോഹിനിയാട്ടമാണ്. മോഹിനിയാട്ടത്തിന്റെ മാതാവ് എന്ന് വിളിക്കുന്നത് കല്യാണിക്കുട്ടിയമ്മയാണ്. മോഹിനിയാട്ടത്തിന്റെ അടിസ്ഥാന ഗ്രന്ഥം എന്ന് വിളിക്കുന്നത് വ്യവഹാരമാലയാണ്. അടിസ്ഥാന ഗ്രന്ഥം ഏതാണ്? വ്യവഹാരമാല. അത് എഴുതിയത് മഴമംഗലം നാരായണ നമ്പൂതിരിയാണ്. മോഹിനിയാട്ടത്തിന് പ്രാധാന്യം നൽകിയ തിരുവിതാംകൂർ രാജാവാര? തിരുവിതാംകൂർ രാജാവ് സ്വാതി തിരുനാളാണ് അല്ലെ. സ്വാതി തിരുനാളാണ് എന്നത്. മോഹിനിയാട്ടം പുനരുദ്ധീകരിച്ചത് നമ്മുടെ കേരള കലാമണ്ഡലത്തിലൂടെയാണ് അല്ലെ. കഴിഞ്ഞ പ്രാവശ്യം മോഹിനിയാട്ടത്തിൽ ആൺകുട്ടികൾക്കും പഠിക്കാം എന്ന രീതിയും മോഹിനിയാട്ടത്തിൽ കൊണ്ടുവന്നു. അടുത്ത ഓട്ടംതുള്ളൽ. ഓട്ടംതുള്ളലിന്റെ പിതാവ് കുഞ്ചൻ നമ്പ്യാർ. പാവങ്ങളുടെ കഥകളി എന്നറിയപ്പെടുന്നത് ഓട്ടംതുള്ളലാണ്. ആദ്യ തുള്ളൽ കൃതി ഏതാണ്? ആദ്യ തുള്ളൽ കൃതി കല്യാണ സൗഗന്ധികം. ഓട്ടംതുള്ളൽ, പറയൻതുള്ളൽ, ശീതങ്കൻ തുള്ളൽ ഇതൊക്കെയാണ് പ്രധാന തുള്ളൽ. അപ്പൊ പാവപ്പെട്ടവന്റെ കഥകളി എന്ന് വിളിക്കുന്നത് ഓട്ടംതുള്ളലാണ്. ഓട്ടംതുള്ളലിന്റെ ഉപജ്ഞാതാവാരാണ്? കുഞ്ചൻ നമ്പ്യാർ. ജനകീയ കവി എന്നും കവിത ചാട്ടവാറാക്കിയ കവി എന്നൊക്കെ അറിയപ്പെടുന്നത് കുഞ്ചൻ നമ്പ്യാറാണ്. തെയ്യം എവിടെയാണ്? കണ്ണൂർ ജില്ലയിലാണ്. ദൈവം എന്ന പദത്തിൽ നിന്നാണ് തെയ്യം ഉണ്ടായത്. ആദ്യ ചടങ്ങ് തോറ്റമാണ് അല്ലെ. എല്ലാ ദിവസവും തെയ്യം അവതരിപ്പിക്കുന്ന ക്ഷേത്രം ഏതാ? പഴശ്ശിനിക്കടവ് മുത്തപ്പൻ ക്ഷേത്രമാണ്. പലതരത്തിലുള്ള തെയ്യമുണ്ട് അല്ലെ. മുത്തപ്പൻ എൻ്റെ അടുത്ത് മുത്തപ്പൻ തെയ്യം എല്ലാ ദിവസവും ഒരു വർഷത്തിൽ മൊത്തം അവതരിപ്പിക്കുന്ന തെയ്യമാണ് മുത്തപ്പൻ തെയ്യം എന്ന് പറയുന്നത്. അപ്പം കണ്ണൂർ ജില്ലയിലാണ്. ആദ്യ ചടങ്ങ് തോറ്റമാണ്. അടുത്ത ഗദ്ദിക. ഗദ്ദിക എന്ന് പറയുന്നത് വയനാട് ജില്ലയിലെ ഒരു കലാരൂപമാണ് ഗദ്ദിക. അത് ആദിവാസികൾക്കിടയിലാണ്. അർത്ഥം ഒഴിപ്പിക്കുക എന്ന് പറയുന്നതാണ്. PK കാളനാണ് ലോക പ്രശസ്തി ആർജിച്ചത് അല്ലെ. PK കാളൻ ഈ ഗദ്ദിക എന്ന കലാരൂപത്തെ ലോക പ്രശസ്തി ആർജിച്ച വ്യക്തി ആരാണ്? PK കാളനാണ്. ഏത് ആദിവാസി
ആദിവാസികളെ അവതരിപ്പിക്കുന്നതെന്ന് ചോദിച്ചിട്ടില്ലേ? അടിയാൾ ഗോത്രവർഗ്ഗക്കാർ. അടിയാർ ഗോത്രവർഗ്ഗക്കാരാണ് ഏതാ ഗദ്ദിക എന്ന കലാരൂപം അവതരിപ്പിക്കുന്നത്. അപ്പം ഗദ്ദിക എവിടെയാണ്? വയനാട്ടിലാണ്. കൃഷ്ണനാട്ടം ആരാ കൊണ്ടുവരുന്നത്? കോഴിക്കോട് മാനവേദൻ രാജാവും. കേരള നടനം കൊണ്ടുവരുന്നത് ആരാ? വട്ടിയൂർക്കാവില് ഗുരു ഗോപിനാഥ്. കേരള നടനം സ്ഥിതി ചെയ്യുന്നത് ആസ്ഥാനം വട്ടിയൂർക്കാവല്ലേ. അപ്പൊ കേരള നടനത്തിന്റെ സ്ഥാപകനാരാ? ഗുരു ഗോപിനാഥ്. കൃഷ്ണനാട്ടമാരാണ്? കോഴിക്കോട് മാനവേദൻ രാജാവ്. പടയണി എവിടെയാണ്? പത്തനംതിട്ടയിലെ ഓതറ, കടമനിട്ട എന്നീ പ്രദേശങ്ങളിൽ കാണപ്പെടുന്നതാണ് പ്രധാനമായിട്ടും പടയണി എന്ന് പറയുന്നത്. മധ്യ തിരുവിതാംകൂറിലെ ദേവീ ക്ഷേത്രങ്ങളിലെ അനുഷ്ഠാന കലയാണ് പടയണി. വാദ്യം തപ്പ്. പടയണിക്ക് ഉപയോഗിക്കുന്ന വാദ്യം ഏതാണ്? തപ്പ്. കൂടിയാട്ടത്തിന് മിഴാവാണ്. നീലംപേരൂർ പടയണി എന്നും പറഞ്ഞിട്ടുണ്ട്. അത് ആലപ്പുഴയിലെ ഒരു സ്ഥലപ്പേരാണ് നീലംപേരൂർ. നീലംപേരൂർ പടയണി എവിടെയെന്ന് ചോദിച്ചാൽ ആലപ്പുഴ പറയാം. തുടക്കം അറിയപ്പെടുന്ന ചൂട്ടുവയ്പ് എന്തിന്റെ ഏത് ചടങ്ങിന്റെയാണ്? പടയണിയുടെ ആദ്യ ചടങ്ങ്. ഭൈരവിക്കോലം എന്തുമായി ബന്ധപ്പെടുന്നു എന്ന് ചോദിച്ചിട്ടുണ്ട്. ഭൈരവിക്കോലം, മാറുത, മാട എന്നൊക്കെ പറയുന്നത് നമ്മുടെ പടയണിയിലെ കോലങ്ങളാണ്. ഭൈരവിക്കോലം ഒക്കെ പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ് കേട്ടോ. അപ്പൊ ചൂട്ടുവയ്പ്പാണ് ആദ്യ ചടങ്ങ്. പടയണി എവിടെയാണ്? കടമനിട്ട, ഓതറ എന്നീ സ്ഥലങ്ങളിലാണ്. ആലപ്പുഴയിലാണ് നീലംപേരൂർ പടയണി ഉള്ളത്. നീലംപേരൂർ പടയണി. യക്ഷഗാനം നമുക്കറിയാം കാസർഗോഡ്. മറ്റൊരു പേര് പറഞ്ഞ ബയലാട്ടം. യക്ഷഗാനത്തിന്റെ പിതാവ് ആരാണ്? പാർത്തിസുബ്ബ എന്ന് വിളിക്കുന്ന ആളാണ് യക്ഷഗാനത്തിന്റെ പിതാവ്. കാക്കാരശ്ശി നാടകം എവിടെയാണ്? കാക്കാരശ്ശി നാടകം തിരുവനന്തപുരത്ത്. പൊറാട്ട് നാടകം, ആര്യമാല നാടകം പാലക്കാട്. പൊറാട്ട് നാടകവും ആര്യമാല നാടകവും എവിടെയാണ്? പാലക്കാട്. മീനാക്ഷി കല്യാണവും പാലക്കാട്. കന്യാർകളിയും പാലക്കാടല്ലേ ഇവിടെ. പൊറാട്ട് നാടകം, ആര്യമാല നാടകം, മീനാക്ഷി കല്യാണം, കന്യാർകളി ഇതൊക്കെ എവിടെയാണ്? പാലക്കാട് ജില്ലയിലാണ്. അടുത്ത നോക്കേ, വേലകളി ആലപ്പുഴയിലെ അമ്പലപ്പുഴയിലാണ് കൂടുതലായിട്ട്. വേലകളി ആലപ്പുഴ. അർജുന നൃത്തം കോട്ടയം. ഏറ്റവും കൂടുതൽ കോട്ടയം, കുറച്ച് ആലപ്പുഴയുടെ ഭാഗമുണ്ട്. അർജുന നൃത്തം കോട്ടയം. കുതിരകളി മലപ്പുറം. കുതിരകളി എവിടെയാണ്? മലപ്പുറം. കുമ്മാട്ടിക്കളി, പുലികളിയൊക്കെ എവിടെയാ? തൃശ്ശൂരാണ്. കുമ്മാട്ടിക്കളി, പുലികളിയൊക്കെ തൃശ്ശൂർ. ആയോധന കലയുടെ മാതാവ് കളരിപ്പയറ്റാണ്. ആയോധന കലയുടെ മാവ. തോൽപ്പാവ കൂത്ത് കൂടുതലായിട്ട് കാണപ്പെടുന്നത് പാലക്കാട്, പൊന്നാനി പ്രദേശങ്ങളിലാണ്. പാലക്കാടും പൊന്നാനി പ്രദേശങ്ങളിലാണ്. അടുത്ത നല്ലൊരു ചോദ്യത്തിലേക്ക് വരാം. ഉപഭോക്തൃ സംരക്ഷണ നിയമം. പരീക്ഷയ്ക്ക് ഉറപ്പായിട്ട് ഇതിൽ നിന്ന് പ്രതീക്ഷിക്കാം നിങ്ങൾക്ക്. ഉപഭോക്തൃ സംരക്ഷണ നിയമം നോക്കാം. നിലവിൽ വന്നത് 1986 ഡിസംബർ 24. ഉപഭോക്തൃ സംരക്ഷണ നിയമം എന്ന 1986 ഡിസംബർ 24. അതുകൊണ്ട് ഡിസംബർ 24 ഏത് ദിനം? ഉപഭോക്തൃ സംരക്ഷണ ദിനം. ദേശീയ ഉപഭോക്തൃ സംരക്ഷണ ദിനം എന്ന ഡിസംബർ 24. ലോക ഉപഭോക്തൃ ദിനം മാർച്ച് 15 പറയാം. ലോക ഉപഭോക്തൃ ദിനം എന്ന മാർച്ച് 15. ഇന്ത്യയിൽ നിലവിൽ വരുമ്പോൾ രാജീവ് ഗാന്ധി ആയിരുന്നു പ്രധാനമന്ത്രി. 86 എന്ന് പറയുമ്പോൾ നമുക്കറിയാം കൂറുമാറ്റ നിരോധന നിയമം, നവോദയ വിദ്യാലയങ്ങൾ, പ്രാഥമിക വിദ്യാഭ്യാസം, ആ ഒരു ഭാഗം ഉണ്ടല്ലോ 85 തൊട്ടിങ്ങോട്ട്. അപ്പൊ 86 പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി തന്നെ. ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 ഭേദഗതി ചെയ്തു. അത് കൂടുതലും ചോദിച്ചാൽ അതിന്റെ വർഷം ഒന്ന് പഠിച്ചേരെ. നിലവിൽ വന്നത് 2020 ജൂലൈ 20-നാണ്. ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 നിലവിൽ വന്നത് എന്ന് ചോദിച്ചാൽ എന്ത് പറയണം? 2020 ജൂലൈ 20, അല്ലാതെ 86 വരുന്നത്. ലോകസഭ പാസാക്കിയത് ജൂലൈ 30-നും 2019 ജൂലൈ 30-നും 19 ഓഗസ്റ്റ് 6-ന് രാജ്യസഭ പാസാക്കുന്നു. 20 ജൂലൈ 20-നാണ് നിലവിൽ വരുന്നത്. രാഷ്ട്രപതി ഒപ്പുവെച്ചത് 2019 ഓഗസ്റ്റ് 9-നാണ്. 19-ലാണ് അത് 3. ജൂലൈ 30, ആഗസ്റ്റ് 6, ആഗസ്റ്റ് 9, ജൂലൈ 20-ന് നിലവിൽ വരുന്നു. അധ്യായങ്ങൾ 8, വകുപ്പുകൾ 17. ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിൽ എത്ര അധ്യായങ്ങളുണ്ട്? 8, വകുപ്പുകൾ 17 ആണ്. കേന്ദ്ര ഉപഭോക്തൃ സമിതി, നമുക്ക് 3 സമിതികളല്ലേ? കേന്ദ്ര ഉപഭോക്തൃ സമിതി, സംസ്ഥാന ഉപഭോക്തൃ സമിതി, ജില്ലാ ഉപഭോക്തൃ സമിതി. കേന്ദ്ര ഉപഭോക്തൃ സമിതി രൂപീകരിച്ച വകുപ്പ് 3-1 ഈ നിയമിക്കുന്നത് കേന്ദ്ര സർക്കാരായിരിക്കും അവരെ നിയമിക്കേണ്ടത്. ഇതൊരു ഉപദേശക സമിതി മാത്രമേ ഉള്ളൂ. വർഷത്തിൽ ഒരു തവണ കൂടിയാൽ മതി. ഉറപ്പായി പഠിച്ചു വെക്കുക. കേന്ദ്ര ഉപഭോക്തൃ സമിതി രൂപീകരിച്ച വകുപ്പ് ഏതാ? വകുപ്പ് 3-1. നിയമിക്കുന്നത് കേന്ദ്ര സർക്കാർ. ഇതൊരു ഉപദേശക സമിതിയാണ്. വർഷത്തിൽ ഒരു തവണ സമ്മേളിക്കും. സംസ്ഥാന ഉപഭോക്തൃ സമിതി വകുപ്പ് 6(1) പ്രകാരം സംസ്ഥാന സർക്കാർ രൂപീകരിക്കുന്നു. ഇത് ഉപദേശക സമിതിയാണ്. വർഷത്തിൽ 2 തവണ സമ്മേളിക്കണം. ജില്ലാ ഉപഭോക്തൃ സമിതി രൂപീകരിച്ച വകുപ്പ് 8-1. ഇത് രൂപീകരിക്കുന്നത് സംസ്ഥാന സർക്കാരാണ്. ഇത് ഉപദേശക സമിതിയാണ്. വർഷത്തിൽ 2 തവണ സമ്മേളിക്കണം. സ്റ്റേറ്റ്മെന്റ് വരുന്നതുകൊണ്ടാണ് അതൊക്കെ എഴുതിയത്. അന്വേഷണ അധികാരികളെ അറിയപ്പെടുന്ന പേര്, ഉപഭോക്തൃ സംരക്ഷണവുമായി ബന്ധപ്പെട്ട അന്വേഷണ അധികാരികളെ ഡയറക്ടർ ജനറൽ എന്നോ ജില്ലാ കളക്ടർ എന്നോ പറയും. അടുത്തത് നല്ല പോയിന്റുകൾ വരുന്നു. ഉപഭോക്തൃ പരാതി തർക്ക പരിഹാര മിഷൻ. ജില്ലാ ഉപഭോക്തൃ തർക്ക മിഷൻ ആരൊക്കെ ഉണ്ടാവും എന്ന് പറയുമോ? പ്രസിഡന്റും 2 അംഗങ്ങളും ഉണ്ടാകണം.
അതിൽ ഒരാൾ വനിതയായിരിക്കണം. പ്രസിഡന്റ് 2 അംഗങ്ങളും ഉണ്ടാകണം. 50 ലക്ഷം രൂപ വരെയുള്ള പരിഹാരം, വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ജില്ലാ ഉപഭോക്തൃ സമിതിയിൽ എത്ര തർക്ക പരിഹാര കമ്മീഷനിൽ എത്ര ലക്ഷം വരെ പോവാണ്? 50 ലക്ഷം വരെയുള്ള പരിഹാരത്തിന് ചെല്ലാം. നിങ്ങൾക്ക് വിധിയിൽ തൃപ്തനല്ല എങ്കിൽ 45 ദിവസത്തിനകം ഉത്തരവിനെതിരെ മുകളിലോട്ട് പോവാം. സംസ്ഥാന ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ. ഈ പോയിന്റ് ഒന്നും കൂടെ നോക്കട്ടെ. ജില്ലാ ഉപഭോക്തൃ തർക്ക കമ്മീഷനിൽ ആരൊക്കെയുണ്ട്? പ്രസിഡന്റും 2 അംഗങ്ങളും, അതിലൊരാൾ വനിതയായിരിക്കണം. എത്ര ലക്ഷം വരെയുള്ള പരാതികൾക്ക് പോകാം? 50 ലക്ഷം വരെയുള്ള പരാതികൾക്ക് പോകാം. അതിൽ തൃപ്തനല്ലെങ്കിൽ 45 ദിവസത്തിനകം എങ്ങോട്ട് പോകണം? അത് സംസ്ഥാന ഉപഭോക്തൃ തർക്ക പരിഹാര. അടുത്തത് നോക്കെ, സംസ്ഥാന ഉപഭോക്തൃ തർക്കം. ഇതിൽ പ്രസിഡന്റും 4ൽ കുറയാത്ത അംഗങ്ങളും ഉണ്ടാകണം. ഇതിൽ ഒരാൾ വനിതയായിരിക്കണം. പ്രസിഡന്റും 4ൽ കുറയാത്ത അംഗങ്ങൾ ഉണ്ടാകണം. അതിൽ ഒരാൾ വനിതയായിരിക്കണം. 50 ലക്ഷത്തിനും 2 കോടിക്കും ഇടയിലാണ് പരിഹാരം വേണ്ടത്. വിധിയിൽ തൃപ്തനല്ലെങ്കിൽ 30 ദിവസത്തിനകം ദേശീയ ഉപഭോക്തൃ, അല്ലെ, അതിന് മുകളിലോട്ട് പോകണം. 50 ലക്ഷവും 2 കോടിയാണ്. അടുത്തത് ദേശീയം വരുമ്പോൾ ഇതിൽ പ്രസിഡന്റും 4ൽ കുറയാത്ത അംഗങ്ങളും ഉണ്ടാകണം. 2 കോടി രൂപയ്ക്ക് മുകളിൽ വരുന്ന തർക്കങ്ങളല്ല ഇതിലാണ്. വിധിയിൽ തൃപ്തനല്ലെങ്കിൽ 30 ദിവസത്തിനകം ഉത്തരവിനെതിരെ സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകാവുന്നതാണ്. അപ്പീൽ നൽകാവുന്ന ശിക്ഷാ നടപടി. അപ്പം അതെല്ലാം പഠിച്ച് ഏതൊക്കെയാ? ജില്ലയിലാകുമ്പം 50 ലക്ഷം വരെ, 50നും 2 കോടിക്ക് വരെ ആകുമ്പം സംസ്ഥാനം, 2 കോടിക്ക് മുതൽ ദേശീയം കിട്ടുമല്ലോ. അടുത്തത് ശിക്ഷാ നടപടികൾ നോക്കിയ ശിക്ഷ. തെറ്റോ തെറ്റിദ്ധരിപ്പിക്കുന്നതോ ആയ പരസ്യം നമ്മളെ കണ്ട് നമ്മൾ അങ്ങ് വീഴുന്നു പോകുന്നു. അപ്പോൾ അതിന് 2 വർഷം വരെ ജയിൽ ശിക്ഷയും കൂടാതെ 10 ലക്ഷം രൂപ പിഴയും കൊടുക്കണം. ഈ കുറ്റം ആവർത്തിച്ചാൽ 5 ലക്ഷം രൂപ വരെ പിഴയും ജയിൽ ശിക്ഷ, 5 വർഷം വരെ ജയിൽ ശിക്ഷയും 50 ലക്ഷം രൂപ പിഴയും കൊടുക്കും. അപ്പൊ തെറ്റോ തെറ്റിദ്ധരിപ്പിക്കുന്നതായ പരസ്യം കൊടുത്താൽ. ഇനി മായം ചേർത്ത ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണം, സംഭരണം, വിൽപ്പന ഇതൊക്കെ നടത്തിയാൽ എന്താണെന്ന് നോക്കാം. അത് ഓരോ പോയിന്റ് അനുസരിച്ചാണ്. ഈ മായം ചേർത്ത വിൽപ്പന മേടിച്ചു, ഉപഭോക്താവിന് അപകടമൊന്നും സംഭവിച്ചില്ല, മേടിച്ചു ഉപയോഗിച്ചു, അപകടം സംഭവിച്ചില്ലെങ്കിലും 6 മാസ തടവും 1 ലക്ഷം രൂപ പിഴയും. ഉപഭോക്തൃന് നിസാര അപകടം സംഭവിച്ചാൽ 1 വർഷം തടവും 3 ലക്ഷം രൂപ പിഴയും. ഉപഭോക്താവിന് ഗുരുതര അപകടം സംഭവിച്ചാൽ 7 വർഷം വരെ തടവും 5 ലക്ഷം രൂപ പിഴയും. ഉപഭോക്താവിന് മരണം സംഭവിച്ചാൽ 7 വർഷം മുതൽ ജീവപര്യന്തം വരെ തടവാണ്. അപ്പൊ നോക്കേ, ഉപഭോക്താവിന് അപകടം സംഭവിച്ചില്ലെങ്കിലും അയാൾക്കെതിരെ കേസുണ്ട്, 6 മാസ തടവുണ്ട്. ഉപഭോക്താവിന് നിസാര പരിക്കാണെങ്കിൽ 1 വർഷ തടവ്. ഉപഭോക്താവിന് ഗുരുതര അപകടമാണെങ്കിൽ 7 വർഷം വരെ, ഉപഭോക്താവിന് മരണം സംഭവിച്ചാൽ 7 വർഷം മുതൽ ജീവപര്യന്തം വരെ തടവും 10 ലക്ഷം രൂപ പിഴയും. ഫീസുകൾ എങ്ങനെയാണെന്ന് നോക്കാം. കുറച്ച് എഴുതിയിട്ടുള്ളൂ. 5 ലക്ഷം രൂപ വരെ ഫീസ് ഇല്ല. 5 ലക്ഷം വരെയുള്ള രൂപ നിങ്ങൾക്ക് ചോദിക്കുകയാണ്, നിങ്ങൾ ഫീസ് അടയ്ക്കേണ്ട. 5 ലക്ഷം മുതൽ 10 ലക്ഷം രൂപ വരെ 200 രൂപ അടയ്ക്കണം. 10 to 20 ലക്ഷം ആകുമ്പോൾ 400, 20 to 50 ലക്ഷം വരെ ആകുമ്പോൾ 1000. അത് സ്വാഭാവികമായിട്ടും എഴുതിയിട്ടുണ്ട്. 10 കോടി രൂപയ്ക്ക് മുകളിലാകുമ്പോൾ 7500 രൂപ ഫീസ് അടയ്ക്കണം. 10 കോടി രൂപയ്ക്ക് മുകളിലോട്ട് പോയിക്കുന്ന എന്തിനും എത്രയാണ്? 7500 രൂപ ഫീസ് അടയ്ക്കണം. അതൊന്ന് പഠിച്ചേക്കണം. ഫീസിന്റെ സ്ട്രക്ചർ ഒന്ന് വായിച്ചിട്ടിരിക്കുക. ഓക്കെ. വൈദ്യുതോപകരണങ്ങൾ, പേപ്പർ, പെയിന്റ്, ഗ്യാസ് സിലിണ്ടർ, സിമെന്റ് തുടങ്ങിയ നമ്മളെ സ്കൂൾ ടെസ്റ്റിലുള്ള പോയിന്റ്. ഗുണനിലവാരം സൂചിപ്പിക്കുന്ന മുദ്ര ISO മുദ്രയാണ്. 1956 വരുന്നത്. ഇന്ത്യയിൽ അടക്കം 12ലധികം രാജ്യങ്ങളിലെ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഗുണമേന്മ സാക്ഷ്യപ്പെടുത്തുന്ന മുദ്ര ISO മുദ്രയാണ്. ആസ്ഥാനം ജനീവയാണ്. മറ്റേത് ISI, ഇത് ISO. ആസ്ഥാനം ജനീവ 47 തുടങ്ങി. പ്രധാനമായും ആശുപത്രി, ബാങ്ക് മുതലായ സേവന സ്ഥാപനങ്ങളും ഉൽപ്പന്നങ്ങൾക്കും അംഗീകാരം നൽകുക എന്നുള്ളതാണ് ഈ കാര്യങ്ങൾ. ഇലക്ട്രിക്കൽ ഉപകരണങ്ങളുടെ സുരക്ഷ സാക്ഷ്യപ്പെടുത്തുന്ന അന്തർദേശീയ തലത്തിൽ ഉപയോഗിക്കുന്നതാണ് CE എന്ന് പറയുന്നത്. യൂറോപ്പിനി കൺഫർമൈറ്റ്, അല്ലെ, കൺഫർമൈറ്റ് യൂറോപ്പിനി. കാർഷിക വന ഉൽപ്പന്നങ്ങളുടെ ഗുണമേന്മ ഉറപ്പുവരുത്തുന്നത് അഗ്മാർക്ക്, അഗ്രികൾച്ചർ മാർക്കറ്റിംഗ് എന്ന് പറയുന്നു. പഴവർഗ്ഗങ്ങളിൽ നിന്നും പച്ചക്കറികളിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങളുടെ സുരക്ഷിതത്വവും നിലവാരവും ഉറപ്പുവരുത്തുന്നത് FPO. സ്വർണ്ണാഭരണങ്ങളുടെ പരിശുദ്ധി സൂചിപ്പിക്കുന്നത് BIS, ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ്. സാധനങ്ങൾ വാങ്ങുന്നതിനുള്ള വ്യവസ്ഥകൾ പാലിക്കുന്നു എന്ന് ഉറപ്പുവരുത്തുന്ന നിയമം സാധന വിൽപ്പന നിയമം 30. ഉറപ്പുവരുത്തണേ സാധനങ്ങൾ. കൊള്ളലാഭം, പൂഴ്ത്തിവെപ്പ്, കരിഞ്ചന്ത എന്നിവയിൽ നിന്ന് ഉപഭോക്താവിന് സംരക്ഷണം നൽകുന്ന നിയമം അവശ്യ സാധന നിയമം 1955. അളവിലും തൂക്കത്തിലുമുള്ള കബളിപ്പിക്കലുകളെ തടയുന്നതിന് ഉപയോഗിക്കുന്ന നിയമം അളവ് തൂക്ക നിലവാര നിയമം 76. ഉപഭോക്താക്കളുടെ പരാതികൾ പരിഹരിക്കുന്നതിനുള്ള ഹെൽപ്പ് ലൈൻ നമ്പർ 1800 11 4000. 1800 11 4000.
അടുത്തത് സമുദ്രജല LDക്ക് ചോദിക്കുന്ന ഒരു പോർഷനാണ് പ്രഭാഗങ്ങൾ, സമുദ്രജല പ്രഭാഗങ്ങൾ. പസഫിക് സമുദ്രത്തിലെ പ്രഭാഗങ്ങൾ ഉഷ്ണജലവും ഉണ്ട്, ശീതജലവും ഉണ്ട്. അതിൽ പ്രധാനപ്പെട്ട 10ാം ക്ലാസ് സ്കൂൾ ടെസ്റ്റിൽ ഉള്ളതാ, ഒന്ന് പഠിച്ചേക്കണേ. കുറേഷ്യ പ്രഭാഗം ഏറ്റവും കൂടുതൽ ആവർത്തിക്കുന്നത് അത് തന്നെ. കുറേഷ്യ പ്രഭാഗം ഏതിലാണ്? പസഫിക് സമുദ്രത്തിൽ. പസഫിക് സമുദ്രത്തിൽ കുറേഷ്യ പ്രഭാഗം ഉഷ്ണജല പ്രഭാഗമാണ്. അലാസ്ക, ഉത്തര പസഫിക് പ്രഭാഗം, ഇത് 3 ഉഷ്ണജല പ്രഭാഗം. യോഷ്യോ പ്രഭാഗം, ഒയോഷ്യോ പ്രഭാഗം, കാലിഫോർണിയ പ്രഭാഗം, ഹംബാൾട്ട് പ്രഭാഗം ശീതജല പ്രഭാഗത്തിന് ഉദാഹരണം. അപ്പൊ പസഫിക് സമുദ്രത്തിലാണ് കൊറേഷ്യോ, അലാസ്ക, ഉത്തര പസഫിക്, ഒയോഷ്യോ, കാലിഫോർണിയ, ഹംബാൾട്ട് പ്രഭാഗം എന്ന് പറയുന്നത്. ഇനി അറ്റ്ലാന്റിക് സമുദ്രത്തിൽ ഗൾഫ് സ്ട്രീം അറ്റ്ലാന്റിക് സമുദ്രത്തിലാണ്. അത് ഉഷ്ണജലമാണ്. ഉത്തര അറ്റ്ലാന്റിക് പ്രഭാഗവും ബ്രസീലിയൻ പ്രഭാഗവും ഏതാ? ഉഷ്ണജലമാണ്. പഠിച്ചു വെച്ചിരിക്കണേ. ശീതജലം ലംബ്രഡോർ, ഇത് ഇപ്പം അങ്ങോട്ട് ചോദിച്ചേ ഉള്ളൂ. ലാംബ്രഡോർ പ്രഭാഗം ഏത് സമുദ്രത്തിലെ പ്രഭാഗമാണ്? അറ്റ്ലാന്റിക് സമുദ്രം. കാനറി പ്രഭാവം, ഫാൽക്ലാൻഡ്സ് പ്രഭാവം, വെനഗോല പ്രഭാവം. അപ്പൊ ഗൾഫ് സ്ട്രീമും ഒക്കെ ചോദിക്കാം. ഈ ലംബ്രഡോറും ചോദിച്ചിട്ടുണ്ട്. ബാക്കി അതൊന്ന് പഠിച്ചു വെച്ചിരിക്കണേ. അടുത്തത് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ മൺസൂൺ പ്രഭാവം, അഗുൽഹാസ് പ്രഭാഗം, പശ്ചിമ ഓസ്ട്രേലിയൻ പ്രഭാവം. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഇതായിരിക്കും ഈ പ്രാവശ്യം അഗുൽഹാസ് പ്രഭാവമായിരിക്കും. അത് പണ്ടൊക്കെ എപ്പോഴും ഞങ്ങളൊക്കെ പഠിക്കുമ്പോൾ ചോദിച്ചുകൊണ്ടിരുന്നത്, ഇപ്പൊ അങ്ങനെ കാണുന്നില്ല. എന്നാലും ഓർത്ത് വെച്ചിരിക്കുക, മൺസൂൺ അഗുൽഹാസ് പ്രഭാഗം പശ്ചിമ ഓസ്ട്രേലിയൻ പ്രഭാഗമാണ്. ഇനി പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും ബേസ് ക്വസ്റ്റ്യനുകളാണ് എഴുതിയേക്കുന്നത്. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? പൂർവ്വഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ജിന്ദാഗാഡ. ഇങ്ങനെയല്ലേ എഴുതണ്ടേ? ജിന്ദാഗാഡ ആന്ധ്രാപ്രദേശിലാണ് കേട്ടോ. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ആനമുടിയാണ്. പൂർവ്വഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ജിന്ദാഗോഡ. പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും സന്ധിക്കുന്നത് ഏത് കുന്നില? നീലഗിരി കുന്നിലാണ് പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും സന്ധിക്കുന്നത്. പൂർവ്വഘട്ടം കടന്നു പോകുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെ? തെറ്റിപ്പോകുന്നേ. പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും ഒരു കോഡ് ഉണ്ടാക്കിയെങ്കിലും പഠിക്കുക, അല്ലെങ്കിൽ ഒരു ഓർഡർ: തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശ്, തെലങ്കാന, ഒഡീഷ. പശ്ചിമഘട്ടം കടന്നു പോകുന്നത് തമിഴ്നാട്, കേരളം, കർണാടക, ഗോവ, മഹാരാഷ്ട്ര, ഗുജറാത്ത്. കണ്ടോ? പൂർവ്വഘട്ടം എവിടെയൊക്കെയാണ്? തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശ്, തെലങ്കാന, ഒഡീഷ മതി. പശ്ചിമഘട്ടം ആകുമ്പോൾ തമിഴ്നാട്, കേരളം, കർണാടക, ഗോവ, മഹാരാഷ്ട്ര, ഗുജറാത്ത് ആണ് വരേണ്ടത്. പശ്ചിമഘട്ടത്തിലെ യുനെസ്കോ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 2012 ജൂലൈ 1 ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയത്. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ആനമുടിയാണ്. 2695 മീറ്റർ ആണ്. പശ്ചിമഘട്ടം മഹാരാഷ്ട്ര, കർണാടക എന്നിവിടങ്ങളിൽ സഹ്യാദ്രി എന്ന് വിളിക്കും അല്ലെ. പശ്ചിമഘട്ടം മഹാരാഷ്ട്രയിലും കർണാടകയിലും സഹ്യാദ്രി. തമിഴ്നാട്ടിൽ ഏത് പേര് വിളിക്കും? നീലഗിരി എന്ന് വിളിക്കും. കേരളത്തിൽ ഏത് പേര് വിളിക്കും? സഖ്യപർവ്വതം എന്നാണ് പശ്ചിമഘട്ടത്തെ വിളിക്കുന്നത്. ഗുജറാത്ത് മഹാരാഷ്ട്ര അതിർത്തി മുതൽ കന്യാകുമാരി വരെയാണ് പശ്ചിമഘട്ടം കിടക്കുന്നത്. പശ്ചിമഘട്ടത്തിൽ ശരാശരി നീളം 1600 കിലോമീറ്റർ ആണ് ശരാശരി നീളം. താൽക്കട്ട് ചുരം, ബോർക്കട്ട് ചുരം, പാലക്കാട് ചുരം, താൽക്കട്ട്, ബോർക്കട്ട് മറന്നു പോരുത്, ഇതെല്ലാം പശ്ചിമഘട്ടത്തിലാണ് കിടക്കുന്നത്. അടുത്തത് 1857 വിപ്ലവ നേതാക്കന്മാർ. അതൊക്കെ എല്ലാവർക്കും അറിയാം, ഇതിനൊക്കെ ചോദിക്കുമെന്ന്. എന്നാലും ഞാൻ തന്നില്ലെങ്കിൽ പിന്നെ ഹോട്ട് ടോപ്പിക്സ് എന്ന് പറഞ്ഞിട്ട് എന്തിനാ കാര്യമെന്ന്. ബീഹാർ ജഗദീഷ്പൂർ ആരാ? കൻവർ സിംഗ്. അപ്പൊ ആരയിലും ബീഹാറിലും ഒക്കെ ആരാണ്? ജഗദീഷ്പൂരിലും കൻവർ സിംഗ്. കാൺപൂരില് കൻവർ സിംഗ് ഉണ്ട്, നാനാ സാഹിബും ഉണ്ട്. ആരാടെ? കാൺപൂരില് നാനാ സാഹിബും കാൺപൂരില് കൻവർ സിംഗ്. ബീഹാറിലാണ് കൻവർ സിംഗ്. കാൺപൂരിൽ ആരാ? നാനാ സാഹിബ് അല്ലെ. കൻവർ സിംഗ് എന്നാ വന്നത് അല്ലെ. നാനാ സാഹിബും താന്തിയ തോപ്പിയും. കാൺപൂരിൽ ആരാടെ? താന്തിയ തോപ്പിയും വരണം. ഡൽഹിയില് ജനറൽ ഫക്ത് ഖാനും ബഹദൂർ ഷാ സെക്കൻഡ്. അപ്പൊ ബീഹാറിൽ കൻവർ സിംഗ്, കാൺപൂരിൽ നാനാ സാഹിബ്. കൻവർ സിംഗ് വരണ്ട. കാൺപൂരിൽ നാനാ സാഹിബും താന്തിയ തോപ്പിയും. ഡൽഹി ജനറൽ ഫക്ത് ഖാനും ബഹദൂർ ഷാ സെക്കൻഡും. അലഹബാദിൽ ലിയാഖത്ത് അലി. അലഹബാദിൽ ആരാ? ലിയാഖത്ത് അലി. ഫൈസാബാദിൽ മൗലവി അഹമ്മദുള്ള. ഫൈസാബാദിൽ ആരാ? മൗലവി അഹമ്മദുള്ള. ഝാൻസി, ഗോളിയാർ, ഇവിടൊക്കെ റാണി ലക്ഷ്മി ഫായി ആണ്. ഝാൻസി, ഗോളിയാർ. ബറേലി റോഹിൽഖണ്ഡിലെ ഖാൻ ബഹദൂർ ഖാൻ. ബറേലിയിലെ റോഹിൽഖണ്ഡിലെ ഖാൻ ബഹദൂർ ഖാൻ. ആഗ്ര, ഔദ്, ലക്നൗ ബീഗം ഹസ്രത്ത് മഹലാണ്. ആഗ്ര, ഔദ്, ലക്നൌവിൽ ബീഗം ഹസ്രത്ത് മഹൽ. ബിർജിസ് ഖാദറോ അതേവരുടെ കൂടെ ഉണ്ടായിരുന്നു. മീററ്റിലെ കദം സിംഗ്. ആസാമിൽ മണിറാം. മധുരയിൽ ദേവി സിംഗ്. ഹരിയാനയിൽ റാവു തുലാറ. ഇതൊക്കെ എല്ലാ ബുക്കിലും ഉള്ളതാ. എന്നാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒന്ന് പഠിച്ചേക്കണേ. ഇപ്പൊ ഈ ഇടയ്ക്ക് ചോദിച്ചത് ആഗ്ര, ഔദ്, ലക്നൌവിൽ ആരാണ്? അത് ബീഗം ഹസ്രത്ത് മഹലായിരുന്നു. ബീഗം ഹസ്രത്ത് മഹലായിരുന്നു. ഒരുവിധം 10 ടോപ്പിക്കുകൾ
ടോപ്പിക്കുകളുണ്ട്. സ്പീഡിൽ പോയോ എന്നൊരു ഡൗട്ട് ഉണ്ട്. കാരണം ഇനി പരീക്ഷയും അടുത്തല്ലോ, ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് തരണ്ടേന്ന് വെച്ചാണ്. എന്നാലും ഒന്ന് പഠിച്ചു വെച്ചിരിക്കുക. റിവിഷനുമായിട്ട് വീണ്ടും വരാം. നല്ല രീതി ഇന്നത്തെ ടോപ്പിക്ക് 10ഉം വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടല്ലോ. പശ്ചിമഘട്ടം പൂർവ്വഘട്ടം ആയാലും 1857 റിവോൾട്ട് ആയാലും ഉപഭോക്തൃ സംരക്ഷണ നിയമമായാലും ഒരുവിധം എല്ലാം നല്ല കുറേ ടോപ്പിക്കുകളാണ്. ആത്മകഥകൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതൊക്കെ ഒന്ന് പഠിച്ചു വെച്ചിരിക്കുകയാണ്. റാങ്കിങ് നല്ല ടോപ്പിക്കല്ലേ. ഓക്കെ, നല്ലൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും വരാം. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പ്രയോജനപ്പെടട്ടെ എന്ന് പറഞ്ഞാണ് കഷ്ടപ്പെട്ട് ഈ ഒരു പരീക്ഷാ സമയത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് നോക്കി തരുന്നത്. പ്രയോജനപ്പെടും. പ്രാർത്ഥനകൾ ഉണ്ടായിരിക്കും. ഒത്തിരി സന്തോഷത്തോടെ നല്ല ആത്മാർത്ഥമായിട്ട് പോയിരുന്ന് അങ്ങ് പഠിക്കുക. എല്ലാവിധ പ്രാർത്ഥനകളും നേരുന്നു. ഇന്നത്തെ ക്ലാസ് തീരുന്നു. നന്ദി, നമസ്കാരം.